വൃതന്മാരെയും തെറ്റിക്കുക, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുക. സാത്താൻ്റെ ലക്ഷ്യം അതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ചെറിയവരെ ചെറിയതിൽ വീഴ്ത്തുക, വലിയവരെ വലിയതിൽ വീഴ്ത്തുക. തറനിരപ്പിൽ നിന്ന് തറയിൽ വീഴുന്നവനെ പൊക്കിയെടുത്തൊന്ന് തുടച്ചാൽ നേരെയാകും. പക്ഷെ ഒരു 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണവനെ ഒന്ന് തുടച്ചാൽ നേരെയാകത്തില്ല. ഉയർന്ന ലെവലിൽ എത്തിയ ദൈവവൈതലേ, നിങ്ങളെ താഴെ ഇട്ടാൽ അവൻ്റെ ലക്ഷ്യം അതാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും. വീഴ്ച വലുതായിരിക്കും. അതുകൊണ്ട് നിൽക്കുന്നവരെ വീഴിക്കാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കും. എന്തുകൊണ്ടാണ് ഈ കഴിയുമെങ്കിൽ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? കാരണം ദൈവത്തിൻ്റെ വചനപ്രകാരം വൃതന്മാർക്ക് പ്രത്യേകതയുണ്ട്, പ്രത്യേക കാവലുണ്ട്. നമ്മളിതൊന്ന് ഓടിച്ച് ചിന്തിച്ചതാണ്. ജൂദ ഒറ്റ അധ്യായമേ ഉള്ളൂ ജൂദയുടെ ലേഖനത്തിന്. 24-ാമത്തെ വാക്യത്തിൽ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെല്ലാവരും മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ അല്ല. അല്പസ്വല്പം കറയുള്ളതും അവിടെ വരും, തീരെ കൊള്ളുകയില്ലാത്തതും അവിടെ വരും. ചിലരവിടെ വന്നിച്ച് മഹിമാസന്നിധിയിൽ വന്ന് ചിലർ പറയും, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അങ്ങയുടെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, അങ്ങയുടെ നാമത്തിൽ തെരുക്കളിൽ പഠിപ്പിച്ചു, ഞങ്ങളിതെല്ലാം ചെയ്തവരാ. പറയും, പക്ഷേ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. നിങ്ങൾ നിൽക്കുന്നത് മഹിമാസന്നിധിയിലാണെങ്കിലും വീണുപോയവരാണ്. ആ കൂട്ടത്തിൽ നാം വരാതിരിക്കുവാൻ ഇതാണ് പിശാചിൻ്റെ താല്പര്യം. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുക. ഇല്ല, നമുക്ക് ദൈവത്തിൻ്റെ കാവലുണ്ട്. റോമാലേഖനം 8:33-34 ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാണ്, ശിക്ഷ വിധിക്കുന്നവൻ ആരാണ്? നമുക്ക് പ്രത്യേക ദൈവിക കാവലുണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ എന്ന പദം ഉപയോഗിച്ചു. ഇതിനാധാരമായി 2 സാമ്രാജ്യങ്ങൾ അദൃശ്യമണ്ഡലത്തിലുണ്ട് എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു. ദൃശ്യമണ്ഡലത്തിൽ ഇന്ന് ഭൂമിയിൽ ഏതാണ്ട് 200 അടുത്ത് രാജ്യങ്ങളുണ്ട്. UNOയുടെ കീഴിൽ തന്നെ ഒത്തിരിയുണ്ട്. UNOയിൽ ചേരാത്തവരുണ്ട്. ദൃശ്യമണ്ഡലത്തിൽ ഏതാണ്ട് 200-നടുത്ത് രാജ്യങ്ങളുണ്ട്. അദൃശ്യമണ്ഡലത്തിൽ വെറും 2 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്നിനെ ഇരുളിൻ്റെ രാജ്യമെന്നും വേറൊന്നിനെ സ്നേഹസ്വരൂപനായ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യമെന്നും വിളിക്കുന്നു. കൊലോസ്യർ 1:13 നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇരുളിൻ്റെ സാമ്രാജ്യം. ആരായിരുന്നു ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ കിടന്നത്? പണ്ട് പ്രകൃതിയാൽ നാമും മറ്റുള്ളവരെ പോലെ ജീവിച്ചു. കോപത്തിൻ്റെ മക്കളായി ഇരുളിൻ്റെ അധികാരത്തിലായിരുന്നു. തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി നമ്മെ അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങി പിടിച്ചെടുത്തു. നമ്മെ കൊണ്ടുവന്ന് തൻ്റെ രാജ്യത്തിലാക്കി. നാം ഒരു പുതിയ രാജ്യത്തിൻ്റെ അംഗമാണ്. വൃതന്മാരെന്നാൽ ആര് എന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനതിനൊരു കൊച്ചു മറുപടി പറഞ്ഞു. അത് സഭയിലെ ഒരു വിഭാഗമാണ്. സഭയ്ക്കകത്തുള്ള ഒരു വിഭാഗമാണ് വൃതന്മാർ. ഇതിനകത്ത് ഒരുപാട് വിഭാഗങ്ങൾ ഈ അക്ഷരീയ സഭയിലുള്ളതുപോലെ പല വിഭാഗങ്ങളുണ്ട്. പ്രസംഗിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, പാട്ടിൽ ലീഡ് ചെയ്യുന്നവരുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നെങ്കിലേ ഒരു സഭ മുന്നോട്ട് പോകുകയുള്ളൂ. ഇതുപോലെ തന്നെ സഭയിൽ അനേക വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗമാണ് വൃതന്മാർ. മൂന്നാമത്തെ വൃതന്മാർ എന്നാൽ ആരാണ്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തപ്പോൾ 3-ാം ചാപ്റ്ററായിട്ടാണ് അതെടുത്തത്. വളരെ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരും. വിളി സാമാന്യമായൊരു വിളിയുണ്ട്, വളരെ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരും. ആ പ്രസ്തുത വിളിയെ വില കൊടുത്ത് മനഃപൂർവ്വമായി അംഗീകരിച്ചവരും അതിനുവേണ്ടി വില മുടക്കി ജീവിച്ചവരുമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വൃതന്മാർ. എല്ലാവരെയും കർത്താവ് ശുദ്ധീകരണത്തിന് വേണ്ടി വിളിച്ചു. പക്ഷേ പഴയ നിയമത്തിൽ ചിലരോട് പറഞ്ഞു, നീ നസീർ വ്രതം ആചരിക്കണം, അല്ലെങ്കിലും എബ്രായനാ. ചിലരോട് പറഞ്ഞു, നിങ്ങൾ പുരോഹിതന്മാരായിരിക്കണം, അല്ലെങ്കിലും എബ്രായരാ. ചിലരോട് പറഞ്ഞു, നിങ്ങൾ ഉന്നത പദവിയിലേക്ക് കയറണം. പുതിയ നിയമത്തിലും അതുപോലെ തന്നെ നമ്മെ വിളിച്ച ഒരു പൊതുവിളിയുണ്ട്. അതിനകത്ത് നിർത്താതെ ചിലരെ ദൈവത്തിന് വേണ്ടി വൃതന്മാരാക്കുവാൻ ദൈവം വിളിച്ചു. വളരെ പ്രത്യേകമായി വിളിച്ചു. ശ്രേഷ്ഠമായ ഉന്നതമായ പദവിയിലേക്ക് വിളിച്ചു. അതിനവർ വില മുടക്കി കംപ്ലീറ്റ് എന്ത് സഹിച്ചാലും ഞാൻ വൃതനായി ജീവിക്കുമെന്ന് തീരുമാനിച്ച് പൂർണ്ണ ഗൗരവത്തോടെ ആ വിളിയെ അംഗീകരിച്ച് വില മുടക്കിയവരുണ്ട്. അവരെയാണ് ഞാൻ വൃതന്മാർ എന്ന് വിളിക്കുന്നത്. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച്
അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. വൃതന്മാരെ, നിങ്ങൾ നേരത്തെ തന്നെ വില കൊടുത്തു വന്നവരാ. നിങ്ങളെ എന്നും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് എൻ്റെ ആത്മാവ് എന്നെ എന്നും ശോധന ചെയ്യും. ഇന്നടത്ത് കറക്ഷനുണ്ട്, ഇന്നടത്ത് കറക്ഷനുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. അതിനനുസരിച്ച് നാം മുന്നോട്ട് പോയേ മതിയാകെയുള്ളൂ. അവർ ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നും തളിക്കപ്പെടുന്നവരാണ്. അന്നന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള വിശുദ്ധീകരണം ഏറ്റെടുക്കുവാൻ ഒരു വൃതൻ വരെ കടപ്പെട്ടവനാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേലിരിക്കട്ടെ. വൃതന്മാരുടെ ചില പ്രത്യേക പദവികൾ തൊടാൻ പോവുക. ഇത് കഴിഞ്ഞ ആഴ്ച തൊട്ടതല്ല. വൃതന്മാരുടെ ചില പ്രത്യേക പദവികൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 18:7 ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായ ആരും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? സാധാരണക്കാരനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നതിന് മുന്നമേ മുൻഗണന വൃതന്മാർക്കുണ്ട്. ഈ പദം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വൃതന്മാർക്ക് ഒരു മുൻഗണനയുണ്ട്. ദൈവം എല്ലാവരെയും രക്ഷിക്കണമെങ്കിൽ പ്രതിക്രിയ നടത്തണമെങ്കിൽ എന്നെ ഒരാൾ വന്ന് ഉപദ്രവിക്കുകയാണ്, അതിന് ദൈവം ഒരു പ്രതിക്രിയ നടത്തണം. എന്നെ ഉപദ്രവിക്കുന്ന ഉപദ്രവവാശിയെ ഒന്ന് പിടിച്ചു മാറ്റണം. പക്ഷെ ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് ശത്രുവിനോട് പോലും ദയ കാണിക്കും. അങ്ങനെ എളുപ്പമൊന്നും ആരും ഒന്നും ചെയ്യത്തില്ല. ഇസ്രയേലിന് വേണ്ടി രാജ്യം കൊടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം നിൻ്റെ സന്തതിക്ക് കൊടുക്കുക. പക്ഷേ ഇമ്മീഡിയറ്റ്ലി കൊടുക്കത്തില്ല, ഒരു 400 വർഷം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ. അതിൻ്റെ കാരണം അമോര്യരുടെ ആകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. അമോര്യരുന്ന ദേശത്ത് പാർക്കുകയാണ്, അവരാകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആകൃത്യം തികയുന്നത് വരെ ഞാൻ അവരെ തള്ളത്തില്ല. അത് കഴിഞ്ഞാൽ നിൻ്റെ ദിനത്തെ അവിടെ അയക്കും. പലതിൻ്റെയും ആകൃത്യം തികയുവാൻ ദൈവം അവസരം കൊടുക്കും. ദീർഘക്ഷമയോടെ കാത്തിരിക്കും ആകൃത്യം കളഞ്ഞേച്ചു വരുവാൻ. എന്നാൽ വൃതന്മാരുടെ കാര്യത്തിൽ അല്പം കൂടെ ഫാസ്റ്റായിരിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരല്പം കൂടെ ഫാസ്റ്റായിരിക്കും. അത്രയും മാത്രം പറഞ്ഞ് നിർത്തുവാൻ ഞാൻ ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 8:33 ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷിക്കുന്നവൻ ആർ. ഈ വാക്യം നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും, കൊലോസ്യർ 3:12 അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും പ്രിയരുമായി മനസ്സലിവ, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. വൃതന്മാർക്ക് ചില ഡ്യൂട്ടിയുണ്ട്, അവരെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ലഭിച്ചതുകൊണ്ട് ഒരു വൃതനായി മാറി അവിടെ കൊണ്ട് പോകാമെന്ന് നോ, നിങ്ങൾ ചിലതും കൂടെ ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായുള്ളവർ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചു കൊണ്ട് പോകണം. അവർക്ക് ഡ്യൂട്ടികൾ ഒന്നിനു പുറകെ ഒന്നായുണ്ട്. അവരധികം വില മുടക്കിയവരാകയാൽ അവർക്ക് പ്രത്യേകതകൾ അനുവദിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 13 19-20 വാക്യങ്ങളിൽ മഹോദ്രവ കാലത്തെക്കുറിച്ച് പറയുക. ഇനി അതിന് താമസമില്ല, തുടങ്ങിയില്ലെങ്കിൽ ഉടനെ തുടങ്ങണം. കാര്യം യേശുവിൻ്റെ വരവ് അത്രയും അടുത്തു. ഞാൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് കഴിഞ്ഞ ചില നാളുകളിലായി, ചില മാസങ്ങളിലായി കാര്യമായി ഒന്നും തൊട്ടില്ല. വിട്ടുകളഞ്ഞതല്ല, വേറെ പലതും തൊടാൻ ഉള്ളതുകൊണ്ട് മാറുകയാണ്. 3-ാം ലോകമഹായുദ്ധം അതിൻ്റെ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ആരെല്ലാം കൂടെ നോക്കിയാലും പറഞ്ഞു നിർത്താൻ ഒക്കത്തില്ല. അത് ദൈവവചനത്തിൻ്റെ തീരുമാനമാണ്. അതിന് ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഒരു ശക്തിയെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അത് വന്നുകൊണ്ടിരിക്കുക. അതിനെ തുടർന്ന് എതിർക്രിസ്തുവിൻ്റെ ഭരണമുണ്ടാകണം. എതിർക്രിസ്തുവിൻ്റെ ഭരണകാലം മഹാ ഉപദ്രവമായിരിക്കും. ഈ വൃതന്മാർ അല്ലെങ്കിൽ സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകും എന്ന് പറയുന്നവർ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണിത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. സഭ മഹോദ്രവത്തിലൂടെ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കതിനെക്കുറിച്ച് 100% തീർത്തു വരാൻ ഒരു വെളിപ്പാടില്ല. പെന്തക്കോസ്റ്റൽ ഫെയ്ത്ത് അനുസരിച്ച് സഭ മഹോദ്രവത്തിലൂടെ പോകത്തില്ല. ഇവിടെ വൃതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ കാര്യമാണെന്നും സഭയുടെ കാര്യമല്ലെന്നും പെന്തക്കോസ്ത് സഭകൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ ഒരു പ്രത്യേക ദൈവീയ നിയോഗമില്ല. എന്നാൽ ഈ വാക്യമാണ് പലരും ഉദ്ധരിക്കുന്നത്. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുന്നു. ആ നാളുകൾ ഒരല്പം കൂടെ നീണ്ടാലും തെറ്റുള്ളതല്ല. കാര്യം ഈ ലോകത്തിലുള്ളവർ ചെയ്ത പാപത്തിന് ഒത്തവണ്ണം ഇവന്മാർ വാങ്ങിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇതൊരല്പം കൂടെ നീണ്ടാലും തെറ്റില്ല. പക്ഷേ ഇതിനകത്ത് ചില വൃതന്മാരുണ്ട്. അത് പഴയ യഹൂദന്മാരാകാം,
പുതിയ നിയമസഭയാകാം, ഐ ഡോണ്ട് നോ. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുന്നു. ദൈവം പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്ന ശിക്ഷാകാലങ്ങൾ വരെ വൃതന്മാരും കൂടെ അകപ്പെടുന്നത് കൊണ്ട് ഒഴിച്ചു മാറ്റുവാൻ ദൈവം താല്പര്യപ്പെടും. പണ്ടൊരിക്കൽ സോദോം ഗോമോറയെ നശിപ്പിച്ച് കളയുവാൻ യഹോവയായ ദൈവം തീരുമാനിച്ചു. അന്ന് അബ്രഹാം ഇറങ്ങി ദൈവസന്നിധിയിൽ നിന്ന് പക്ഷവാദം ചെയ്തു. അബ്രഹാം ചോദിച്ചു, കർത്താവേ, അങ്ങ് ദുഷ്ടനെയും നീതിമാനെയും ഒരുമിച്ച് കൊല്ലുമോ? ദുഷ്ടന്മാർ ദുഷ്ടത ചെയ്തതുകൊണ്ട് അവർ മരിക്കണം, പക്ഷെ നീതിമാന്മാർ നിമിത്തമോ? സോദോമിലും ഗോമോറയിലും ആകെയുള്ള രാജ്യത്തെക്കുറിച്ചൊന്ന് നോക്കിയേച്ച് അബ്രഹാം ചോദിച്ചു, 10 പേർ നീതിമാന്മാരുണ്ടെങ്കിൽ ഭയങ്കരമാണ്. ആ ഒരു രാജ്യത്ത്, 2 രാജ്യങ്ങളിൽ സോദോമിലും ഗോമോറയിലുമായി 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ 10 നീതിമാന്മാരുടെ കാരണത്താൽ അങ്ങ് അവർക്കൊരു പ്രത്യേക കൺസെഷൻ കൊടുക്കത്തില്ലേ? അങ്ങ് ഇതിനെ നശിപ്പിക്കും. കർത്താവ് പറഞ്ഞു, ഇല്ല അബ്രഹാമേ, നശിപ്പിക്കത്തില്ല. നിൻ്റെ അഭയയാചനയുടെ മുമ്പിൽ ഞാൻ വൃതന്മാർക്ക് പ്രത്യേകത കൊടുക്കും. വൃതന്മാർ നിമിത്തം മഹോദ്രവകാലം വരെ ചുരുങ്ങും. ഞാനിത് ഇത്രയും തൊട്ടതുകൊണ്ട് ഒരു പദം കൂടെ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. നാളുകൾക്ക് മുൻപ്, ഇന്ന് ആ ഭാഗങ്ങൾ തുടരണമെന്ന് ഞാൻ ആശിച്ചതാണ്. ഇവിടെയല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവിടെ എത്തുമോന്നൊന്നും അറിയത്തില്ല. നാളുകൾക്ക് മുമ്പ് എന്നെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെത്തി. മഹോദ്രവത്തിലൂടെ സഭ പോകുമെന്നോ പോകത്തില്ലെന്നോ വർഗീസ് തീർത്തു പറയുന്നില്ല. കാരണം അതുകൊണ്ടതൊരു ഉപദേശപശകാണ്. വചനം ബഹുനിശ്ചയത്തോടെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. കേസ് തീർക്കാൻ വേണ്ടി അന്നത്തെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ടി.സി. ജോർജ് സാറ് ചർച്ചിൽ വന്നു, സഭായോഗത്തിന് വന്നു. എന്തൊക്കെയാണ് കംപ്ലയിൻ്റ് എന്ന് ചോദിച്ച കൂട്ടത്തിൽ ഒന്ന് ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിപ്പോൾ എനിക്കും അറിയത്തില്ലല്ലോ, സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ലല്ലോ, വർഗീസ് എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? അത് ദൈവത്തിൻ്റെ മാത്രം കയ്യിലിരിക്കുന്ന കാര്യമാണ്, ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ലാത്തതാ. എന്നാൽ ഈ വാക്യം കൊണ്ട് സഭ മഹോദ്രവത്തിലൂടെ പോകും എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അന്നേരത്താണ് മൂന്നാമതൊരു കൂട്ടർ തിയറിയുമായി വന്നത്. ഒരു കൂട്ടർ പറയുന്നു സഭ മഹോദ്രവത്തിലൂടെ പോകത്തില്ല. ലോത്ത് സോദോം വിട്ട ശേഷമേ സോദോമിൽ തീ പെയ്യത്തുള്ളൂ, അതുവരെ സോദോമിൽ തീ പെയ്യത്തില്ല. അതുകൊണ്ട് സഭ മാറ്റപ്പെട്ട ശേഷമേ ഇവിടെ മഹോദ്രവം തുടങ്ങുകയുള്ളൂ. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങുന്നു എന്നത് ഇപ്പുറത്ത് കിടക്കുന്നു. 2 ആർഗ്യുമെൻറ്റിനിടയ്ക്ക് മൂന്നാമതൊരു വിഭാഗം വന്നേച്ചു പറഞ്ഞു, ഈ മഹോദ്രവകാലത്തിൻ്റെ മധ്യത്തിൽ സഭ ഇവിടുന്ന് മാറിയാൽ, ആദ്യത്തെ 3.5 വർഷം മഹോദ്രവകാലം അല്പം സ്ലോ ആയിരിക്കും, അല്പം സോഫ്റ്റ് ആയിരിക്കും. ആ കാലത്ത് സഭ ഇവിടെ നിൽക്കട്ടെ, 3.5 വർഷം കഴിഞ്ഞ് അവരെ ഇവിടുന്ന് മാറ്റാം എന്നൊരു സജഷനുണ്ട്. എനിക്കിത് 3 അറിഞ്ഞുകൂടാ. 2 ദൈവം വിധിച്ചത്. മഹോദ്രവത്തിലൂടെ പോകാൻ തയ്യാറാ. അതിന് മുമ്പേ എടുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവനും അത് തന്നെ പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ അവിടുന്ന് മാറട്ടെ. 2 മഹോദ്രവകാലം വരെ കുറയ്ക്കുവാൻ വൃതന്മാർ കാരണമാണ്. കാരണം അവർക്ക് പ്രത്യേക പദവികളുണ്ട്. ഇനിയും വൃതന്മാർ പ്രത്യേക പോരാളികളാണ്. സാധാരണക്കാരെ കൊണ്ടൊക്കാത്ത ചില പോരാട്ടം നടത്തുവാൻ അവരെ കൊണ്ടൊക്കും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കുന്നില്ല. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, ഇത് എതിർക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അന്ന് തുടർന്ന് 14-ാമത്തെ വാക്യത്തിൽ എതിർക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു, അവർ കുഞ്ഞാടിനോട് പോരാടും. തൻ കർത്താവും രാജാധിരാജാവുമാകെ കൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. വൃതന്മാരെക്കുറിച്ച് പറയുന്നതാണ്. ചില ആത്മീക പോരാട്ടങ്ങളിൽ വൃതന്മാർക്ക് പ്രത്യേക പങ്കുണ്ട്. സാധാരണ സഭകളെ ഏൽപ്പിക്കാത്ത പല ആത്മീക പോരാട്ടങ്ങളും അതാത് ദേശത്തുനിന്ന് ദൈവം ഉയർത്തുന്ന ചില പ്രത്യേക സഭകളെ ഏൽപ്പിക്കും. ഇതിലൊരു അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ദൈവസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വൃതന്മാർ പ്രത്യേക ആത്മീക പോരാട്ടങ്ങളിൽ ദൈവത്തോടൊപ്പം നിൽക്കേണ്ടവരാണ്. ഇനി തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, എന്നാൽ ഹവ്വയെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാനിവിടെ ഒരു പദം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പറയാം. വർഷങ്ങൾക്ക് മുമ്പേ, ഏതാണ്ട് 35 വർഷങ്ങൾക്ക് പുറകിലായിരിക്കും, മോറിസ് സെർലോ എന്ന കർത്താവിൻ്റെ ദാസൻ എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. ഞാനിതിനകത്ത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹം അന്ന് എഴുതിയത് ഭൂമിയുടെ പല ഭാഗങ്ങളിലായി ഒരു 300 ശുശ്രൂഷകന്മാരെ നിങ്ങളുടെ അഡ്രസ്സ് തന്ന് ദൈവം എന്നെ കാണിച്ചു. ഇതിനകത്ത് വർഗീസ് ഒരാളായതുകൊണ്ട് നിൻ്റെയും അഡ്രസ്സുണ്ട്. അദ്ദേഹം എനിക്ക് അയച്ചിരിക്കുന്ന എഴുത്തൊക്കെ വളരെ വിചിത്രമാണ്. പാസ്റ്റർ വർഗീസ്, ബെഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, അതാ എൻ്റെ അഡ്രസ്സ്. 2nd മെയിൻ റോഡ്,
ഗംഗാനഗർ, ബാംഗ്ലൂർ. എനിക്കൊന്ന് ഈ മെയിൻ റോഡും സബ് റോഡും ഒക്കെ വെച്ച് അഡ്രസ്സ് കൊടുക്കുന്ന ഇടങ്ങൾ വളരെ കുറവാണ്. നമുക്ക് ബാംഗ്ലൂരിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ആ അഡ്രസ്സ് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അദ്ദേഹം ടൈപ്പ് ചെയ്ത് എനിക്ക് ലെറ്റർ അയച്ചു വെച്ച് പറഞ്ഞു, ദൈവം എന്നെ കാണിച്ച വെളിപ്പാടിൽ നിന്ന് പകർത്തുക. ഇങ്ങനെ 300 പേർക്ക് എഴുതിയിട്ടുണ്ട്. ആ 300 പേർക്കും ഞാനൊരു ഗിഫ്റ്റ് അയക്കുന്നു. കേട്ടിട്ടില്ലാത്തവർ കേട്ടു. ആ 300 പേർക്ക് ഞാനൊരു ഗിഫ്റ്റ് അയക്കുന്നു. അടുത്ത് അദ്ദേഹം പറഞ്ഞു, കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനത്തെ ഗിഫ്റ്റ് എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. അത് സാധാരണക്കാരൻ്റെ മെത്തേഡ് ഗിഫ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുക. പക്ഷേ സ്പെഷ്യൽ മെത്തേഡിൽ ഗിഫ്റ്റ് അതല്ല. കഴിഞ്ഞ ആഴ്ചയിലാണോ തോന്നുന്നു, ഇവിടെ 2 സഹോദരന്മാർ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു. അവർ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടു തന്നു. കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിഡിൽ ഈസ്റ്റ് ചെന്നപ്പോൾ ഒരാൾ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തന്നു. കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല, അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് വരച്ച ഒരു ഡ്രോയിങ്ങും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം വന്ന ആളുകൾ ഞങ്ങൾക്ക് വേറൊരു ഗിഫ്റ്റ് തന്നു. എൻ്റെ ചിന്നമ്മയുടെയും കൂടെ പടം, എൻ്റെ ഭാര്യയുടെയും കൂടെ ഉള്ള പടം ഒന്നിച്ച് ഒരു തടിയെ കൊത്തി ഉണ്ടാക്കിയതാണ്. അതൊരു ഗിഫ്റ്റാണ്. അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ അദ്ദേഹം പറഞ്ഞു, കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം വാങ്ങിച്ച് നിങ്ങൾ 300 പേർക്ക് അയക്കാൻ ഒക്കത്തില്ല. യു ആർ സ്പെഷ്യൽ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചതിനനുസരിച്ച് ഞാനൊരു പുസ്തകം പ്രിൻ്റ് ചെയ്യുക. 301 കോപ്പിയെ പുസ്തകത്തിന് പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. ആ എഴുത്തിനകത്ത് എഴുതിയിരുന്നതാണ്. 301 കോപ്പിയെ ഞാൻ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അതിൽ എം എ വർഗീസിൻ്റെ കോപ്പി ഇതോടുകൂടെ വെക്കുന്നു. നിങ്ങൾ 300 പേർക്കും ഓരോ കോപ്പി. ഒരു കോപ്പി എൻ്റെ കയ്യിലിരിക്കും. ഇങ്ങനെ 301 കോപ്പി. ഇതിനകത്ത് വേദപുസ്തകത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, ഞാൻ പറഞ്ഞൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിനാണ് പോകുന്നത്, വേദപുസ്തകത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഒരു എഴുത്തുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ വേദപുസ്തകത്തിനകത്ത് സാധാരണക്കാരന് മനസ്സിലാകാത്ത സ്പെഷ്യലൈസ്ഡ് കോഡുകൾ ഉണ്ടെങ്കിൽ ആ കോഡുകൾ പുറത്തു തരുവാൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെട്ടു. ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടർ അല്ല, 30 കൊല്ലം മുമ്പുള്ള 32 വർഷങ്ങൾക്ക് പുറകിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇന്ന് അതൊക്കെ വളർന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷകളിൽ, ഇത് പല ഭാഷകളിൽ എഴുതി തർജ്ജമ ചെയ്തൊക്കെ വന്നതാണ്. ഹീബ്രുവിൻ്റെ പല ഡയലക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാത് ഭാഗങ്ങൾ എഴുതപ്പെട്ട ഡയലക്റ്റുകളിൽ, ആ ഭാഷകളിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്തേച്ച് പറഞ്ഞു, ഇതിനകത്തുനിന്ന് മനുഷ്യന് മനസ്സിലാകാത്തതും കണ്ടുപിടിക്കാൻ ഒക്കാത്തതും പക്ഷേ ഇതിനകത്ത് കിടക്കുന്നതുമായ കോഡിങ്ങുകൾ ഉണ്ടെങ്കിൽ, സീക്രട്ട് കോഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങോട്ടിട്ടു. ഈ കഴിഞ്ഞ ദിവസം എന്നോട് പണ്ടിവിടെ ഉണ്ടായിരുന്ന ബ്രദർ സെബി, നമ്മുടെ വർഷിപ്പ് ലീഡറായിരുന്ന ബ്രദർ സെബി എന്നോട് പറഞ്ഞായിരുന്നു, പാസ്റ്റർ ആ പഴയ മെസ്സേജാണ്, അത് ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ ആ പുസ്തകം ആരണ്ട് ആ പിള്ളേർ കൊണ്ടുപോയി. എൻ്റെ ഇന്ന് വായിക്കാൻ വാങ്ങിച്ചതാണോ മൂട്ടിക്കാൻ വാങ്ങിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടായാലും ആൾ തിരിച്ചു തന്നിട്ടില്ല. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, നല്ല പുസ്തകം വായിക്കാൻ വേണ്ടി കൊടുക്കുന്നവൻ മണ്ടന. നല്ല പുസ്തകം ആര് ചോദിച്ചാലും വായിക്കാൻ കൊടുക്കുന്നവൻ മണ്ടന. രണ്ടാമത്തെ പദം, നല്ല പുസ്തകം കിട്ടിയവൻ തിരിച്ചു കൊടുത്താൽ അവൻ മരമണ്ടന. നല്ല പുസ്തകം കൈ കിട്ടിയാൽ കൊടുക്കരുതെന്നാണ് അവർ പറയുന്നത്. അവൻ മരമണ്ടന. ഏതാണ്ട് മിടുക്കന്മാരാണ് എൻ്റെ ഇന്ന് വാങ്ങിച്ചത്. അതിനകത്ത് ബൈബിളിലെ ഒരു കോഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ഡിസ്റ്റൻറ്റ് ലെറ്റർ കോഡിങ്. മുഴുവനൊന്നും പറയാൻ ഞാൻ ഓർക്കുന്നില്ല. ഈക്വൽ ഡിസ്റ്റൻറ്റ് ലെറ്റർ കോഡിങ്. എഴുതപ്പെട്ട ഭാഷയിൽ ഒരക്ഷരം പുറത്തെടുക്കുക, അവിടെ നിന്ന് 23 അക്ഷരങ്ങൾ എണ്ണി മാറ്റുക. 24ാമത്തെ അക്ഷരത്തിന് ഒരു നിറം കൊടുക്കുക. ഞാനൊരു നിറം സജസ്റ്റ് ചെയ്യുകയാണ്, പച്ച നിറം. വീണ്ടും 23 അക്ഷരങ്ങൾ മാറ്റുക, 24ാമത്തെ അക്ഷരത്തിന് പച്ച നിറം കൊടുക്കുക. ഒരു നീണ്ട ഭിത്തിയിൽ ബൈബിൾ അങ്ങ് എഴുതുക. ഇങ്ങനെ 23 അക്ഷരങ്ങൾ വിട്ട് 24ാം അക്ഷരം മാത്രം പച്ച നിറം കൊടുത്താൽ, അദ്ദേഹം പറയുന്നത് വേദപുസ്തകത്തിൽ പറയുന്ന സകല വൃക്ഷങ്ങളുടെയും പേരുകൾ ക്രമത്തിന് ആ പച്ച നിറത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പച്ചയാക്കിയത്. അടുത്തത് 53 അക്ഷരങ്ങൾ മാറ്റുക. 54ാമത്തെ അക്ഷരത്തിന് അദ്ദേഹം പറഞ്ഞത് ഒരു നിറം കൊടുക്കുക. ഞാൻ പറയാൻ നീല നിറം കൊടുക്കുക, പറയാൻ കാര്യമുണ്ട്. ഒടുവിൽ ഈ നീല നിറം കൊടുത്ത അക്ഷരങ്ങളെ ചേർത്ത് വായിച്ചാൽ വേദപുസ്തകത്തിൽ പറയുന്ന സകല നദികളുടെയും പേരുകൾ അതിനകത്ത് ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. സാധാരണക്കാരന് മനസ്സിലാകാത്ത അകത്ത് കിടക്കുന്ന കോഡിങ്ങുകളാണ് ഇത് ദൈവനിർമ്മിതമാണെന്ന് തെളിയിക്കാൻ. ഇതിനകത്ത്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഡിങ് അദ്ദേഹം പറഞ്ഞത് 253 അക്ഷരങ്ങളാണെന്ന് തോന്നുന്നു. ഞാനതിൻ്റെ നമ്പരും കറക്റ്റ് ഓർക്കുന്നില്ല. അത്രയും അക്ഷരങ്ങൾ മാറ്റി അടുത്ത അക്ഷരത്തിന് ഗോൾഡൻ കളർ കൊടുക്കുക. ഒറ്റ വാക്ക് ആവർത്തിക്കുന്നത് കാണാം. ഒറ്റ വാക്ക്. പഴയ നിയമത്തിൽ ലാഗോസ്, എന്നതാ ദൈവവചനത്തിൻ്റെ പഴയ നിയമത്തിന് തോറ 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 എന്നാവർത്തിക്കും. എനിക്കൊന്ന് 253 അക്ഷരങ്ങൾ വീതം വിട്ട ശേഷം 254 അക്ഷരമാണെന്ന് തോന്നുന്നു. ആ ഒറ്റ വാക്ക് ആരംഭിക്കുന്നത് കാണാം. അദ്ദേഹം തന്നിരുന്ന ഒരു ഉദാഹരണം, ഒരു സൺലൈറ്റ് ബോണ്ട് പേപ്പർ നിങ്ങളെടുത്ത് സൂര്യന് നേരെ പിടിച്ചുകൊണ്ട് നോക്കിയാൽ അതിന് സൺലൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ വാട്ടർ മാർക്കിംഗ് എന്ന് വിളിക്കും. സാധാരണ നോക്കിയാൽ ആ വാട്ടർ മാർക്കിംഗ് കാണത്തില്ല. സൂര്യനെ നേരെ പിടിച്ചാൽ വാട്ടർ മാർക്കിംഗ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രിൻ്റ് ചെയ്യുന്ന പല നോട്ടുകളിലും ഒരു വര അകത്തൂടെ കാണാം, അത് വാട്ടർ മാർക്കിങ്ങാണ്. ഇതുപോലെ ദൈവവചനത്തിൻ്റെ അകത്ത് പഴയ നിയമത്തിൽ ഒരു വാട്ടർ മാർക്കിംഗ് ഉണ്ട്. തോറ 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 എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവവചനം 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 എന്നാണ്. പുതിയ നിയമത്തിലെടുത്ത ലാഗോസ് 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 എന്ന് കാണാം. അർത്ഥം ദൈവവചനം ദൈവവചനം, ഇത് ദൈവവചനമാണെന്ന്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. ചില സ്ഥലങ്ങളിൽ യേശു ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വേറെ ചില ഭാഗങ്ങളിൽ ക്രിസ്തുവേശു എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതെന്തിനാ തിരിച്ചു മറിച്ച് എഴുതിയെന്ന്? ഇത് മാറിപ്പോയാൽ ഈ കോഡ് തെറ്റും. സ്വർഗത്തിലെ ദൈവം അത്രയും ഗൗരവമായി 253 അക്ഷരത്തിൻ്റെ കോഡ് മാറരുതെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്തേ പറ്റുള്ളൂ. ഇതുപോലെ വേദപുസ്തകം അതുകൊണ്ട് എഴുതിയിരിക്കുന്ന അതേ ശൈലിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് താല്പര്യം. അങ്ങനെയൊക്കെ ഞാനും എടുത്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ തെറ്റാറുണ്ട്, അർത്ഥത്തിന് വേണ്ടി മാത്രം. ഓക്കെ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ വാക്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കോണം. വാക്യം പറയുമ്പോൾ അതിൻ്റെ ഓർഡർ തെറ്റിച്ചെങ്കിൽ പോലും, യേശു ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്രിസ്തുവേശു എന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനോടുള്ള ഏകാഗ്രതയുടെ കുറവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വിട്ടിരിക്കുന്ന കോഡ് മാറും. ഇതുപോലും മാറാതെ പോകുവാൻ സേട്ടൻ പുസ്തകങ്ങൾ കാനോനിക് പുസ്തകങ്ങളായി ബൈബിൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ട്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് അദ്ദേഹം തന്നിരിക്കുന്ന മറുപടി, ആ പുസ്തകങ്ങൾ ഈ സൂപ്പർ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ഈ കോഡുകൾ ഇല്ല. ആ കോഡുകൾ ഇല്ലാത്തതിനാൽ സത്യമാണ് എഴുതിയത്, ചരിത്രമാണ് എഴുതിയത്, പക്ഷെ ആത്മപ്രേരിതമല്ല, അല്ലെങ്കിൽ തിരുവചനത്തിൽ ചേർക്കേണ്ടതിന് ആത്മപ്രേരിതമല്ല എന്ന കാരണത്താലാണ് ഉപയോഗിക്കാത്തത്. ഹാനോക്കിൻ്റെ പുസ്തകം അതിലൊന്നാണ്. ഹാനോക്കിൻ്റെ പുസ്തകം ആധികാരിക പുസ്തകമായി ബൈബിളിൽ ചേർത്തിട്ടില്ല. അത് അന്ന് സഭയ്ക്ക് കിട്ടിയ നടത്തിപ്പാണ്. അന്ന് സൂപ്പർ കമ്പ്യൂട്ടറൊന്നുമില്ല. അന്ന് സഭയ്ക്ക് കിട്ടിയ നടത്തിപ്പാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇന്നത് ചേർക്കണം, ഇന്നത് ചേർക്കണം, ഇന്നത് ചേർക്കണം, അല്ലാത്തത് വേണ്ട. ഇന്ന് സൂപ്പർ കമ്പ്യൂട്ടറുകൾ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദൈവനിശ്വാസികമല്ല എന്ന് പറഞ്ഞത്? കാരണങ്ങളുടെ അകം കാണാം. നിങ്ങൾക്ക് ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, ഏത് എക്സ്റ്റെൻഡിലാണ് നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടതെന്നാണ് ഞാൻ ഈ പറയുന്നത്. ആ നിർമ്മലതയും ഏകാഗ്രതയും നഷ്ടമായി പോയാൽ തീർന്നു, നമ്മൾ വീണു, വൃതന്മാർ വീണു. വീഴ്ച എന്നതിന് ഏറ്റവും പ്രധാന ഭാഗം ഇതാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. നേരിട്ട് വന്നൊരു തെറ്റ് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് ഉപായം ഉപയോഗിച്ച് പിശാച് ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപായത്താൽ തെറ്റിക്കാതിരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഇനിയും വൃതന്മാരുടെ ചില പ്രത്യേകതകൾ. ഒന്ന്, അവർ വർജനമാചരിക്കുന്നവരാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-25 വാക്യത്തിൽ, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഈ ഭാഗമൊന്ന് നിന്ന് വിശദീകരിക്കാൻ എനിക്ക് ആശയുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് സമയമില്ലാത്തതുകൊണ്ട് അത് സാധിക്കുന്നില്ല. നമ്മൾ പാടി ഓട്ടക്കളത്തിൽ ഓടുന്നവരനേകരുണ്ട്, ഒരുത്തനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ. ഈ വാക്യത്തിൽ നിന്നാണ്. പലരും ഓട്ടത്തിന് ഇറങ്ങിയെങ്കിലും വഴിമധ്യേ ലോത്തിൻ്റെ ഭാര്യ നിന്നതുപോലെ തിരിഞ്ഞു നോക്കിപ്പോയി, നിന്നുപോയി. നമുക്കത് വരല്ലേ? പുറകോട്ടൊരു തിരിഞ്ഞു നോട്ടം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ ആൾ 4-5 വർഷം വിശ്വാസത്തിൻ്റെ പുറകെ ഓടിയ ശേഷം, എന്തിന് 50 വർഷം വിശ്വാസത്തിൻ്റെ പുറകെ ഓടിയ ശേഷം, ഞാൻ ഭയങ്കര കുടുംബത്തിലെയായിരുന്നു, ഞങ്ങളുടെ പഴയ പള്ളിയിൽ ഇന്നതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, കുഞ്ഞെ നീ പോയി ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ പോലെ ഇരിക്കും. അല്ല, നിന്നെ അടർത്തിയെടുത്തത് മുന്നോട്ട് നോക്കി ഓടാനാണ്.
ഓട്ടക്കളത്തിൽ ഓടുന്നവരോടെല്ലാം പരിശുദ്ധാത്മാവിന് പറവാനുള്ളത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ടോട്, ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുവാൻ. അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുമ്പിൽ പോയിടാം. ഇങ്ങനെ പതറി നോക്കിയാൽ പുറകോട്ട് നോക്കണ്ട, അങ്ങും ഇങ്ങും പതറി നോക്കിയാൽ നീ മുൻപിൽ പോയിടാം. ഓട്ടം തികയ്ക്കുവാൻ നമുക്കൊന്ന് ഓടാം. ആ പാട്ടിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്. ആ പാട്ടിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഓട്ടം തികയ്ക്കുവാൻ കാലമായി, കാഹളം ധ്വനിക്കാറായി. അതുകൊണ്ട് ശക്തമായി ഓടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അതൊരു ഭയങ്കര കാര്യമാണ്. ഓട്ടത്തിൽ ഓടുന്നവരെല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല. നാം പ്രാപിക്കാൻ തക്കവണ്ണം ഓടാം. എതിലെയെങ്കിലും ഓടി എന്നല്ല, എങ്ങോട്ടെങ്കിലും ഓടാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നിയമങ്ങൾ തന്ന്, പ്രമാണങ്ങൾ തന്ന്, ഇതിനകത്ത് നിന്നുകൊണ്ട് മുൻപോട്ട് ഓടുവാൻ ആവശ്യപ്പെട്ട് ദൈവവിളി കേട്ട് ഇറങ്ങിയ ദൈവമക്കളെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നേരെ മുന്നോട്ട് ഓടാം. 25-ാമത്തെ വാക്യത്തിൽ അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു. അംഗം പൊരുന്നവൻ, ഞാനൊരു പട്ടാളക്കാരനെ മാത്രം തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം, ഞാൻ അതായിരുന്നത് കൊണ്ട്. അംഗം പൊരുക എന്ന് പറയുന്നത് പട്ടാള ഉദ്യോഗമല്ല, എങ്കിലും അതിനോട് വളരെ സാമ്യമുള്ളവനാണ്. അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിലും വർജനമാചരിക്കും. അവന് ഇഷ്ടം പോലെ നടക്കാനൊക്കത്തില്ല, മറ്റുള്ളവരെ പോലെ ചിന്തിക്കാനൊക്കത്തില്ല, എനിക്ക് മൗലികാവകാശമില്ലയോ എന്ന് ചോദിക്കാനൊക്കത്തില്ല. നോ, അതിനുവേണ്ടി അല്ല താങ്കൾ വിളിക്കപ്പെട്ടത്, ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഓടാനാണ്. നമ്മുടെ പത്രോസ് അപ്പോസ്തലന് പണ്ടൊരിക്കലൊരു അബദ്ധം പറ്റി. കർത്താവ് യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി പീലാത്തോസിൻ്റെ മുമ്പിൽ, മഹാപുരോഹിതൻ്റെ മുമ്പിൽ വിസ്തരിക്കുമ്പോൾ നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നതിനാൽ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് വെളിയിൽ തണുപ്പായിരുന്നതിനാൽ ആളുകൾ തീ കൂട്ടി ആ തീയുടെ അടുക്കൽ തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസിന് ചോദിക്കാം, ഞാനും മനുഷ്യനല്ലേ, എനിക്കും തണുക്കത്തില്ലേ? ഞാനും ഈ തീ കാഞ്ഞുകൊണ്ട് എന്ത് തകരാറ്? നീ മനുഷ്യനാ പത്രോസേ, നിനക്കും തണുക്കും പത്രോസേ, അങ്ങയുടെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നതാ പത്രോസേ. പക്ഷെ പത്രോസേ, അങ്ങ് യേശുവിൻ്റെ ശിഷ്യനാ. സാധാരണക്കാരൻ്റെ കൂടെ തീ കായാനിരിക്കാൻ അങ്ങയ്ക്കൊക്കത്തില്ല. ഇരുന്നു പോയെങ്കിൽ അങ്ങ് തള്ളിപ്പറയും. ഇതിനകത്തിരിക്കുന്ന പലരും മറക്കരുത്, നിങ്ങൾ വൃതന്മാരാ. സാധാരണക്കാരൻ്റെ പോലെ തറതാഴ്ന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനൊക്കത്തില്ല. നാം മൃതന്മാരാണ്. അവർ സകലത്തിലും വർജനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിനാണ്. വാടുന്ന കിരീടം പ്രാപിക്കുന്നവർ വർജനമാചരിക്കുന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ബഥേൽ, എന്നെ കേൾക്കുന്ന ബഥേലൈറ്റ്സ്, നമുക്ക് വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിന് വർജനമാചരിച്ചുകൂടെ? അതെ, പലതും വേണ്ട എന്ന് വെക്കുന്നത് അതുകൊണ്ടാണ്. മൗലികാവകാശത്തിൽ പെടുന്നതാണെങ്കിലും എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ വിളിക്കപ്പെട്ടത് വ്രതനായിട്ടാ, സാധാരണക്കാരനായിട്ടല്ല. വർജനത്തെ വിശുദ്ധി എന്ന പദം കൊണ്ട് ചിത്രീകരിക്കാം. ലേവ്യ പുസ്തകം 23:3 നിങ്ങൾ 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധമായിരിക്കണം, ദിവസം വിശുദ്ധ സഭായോഗം കൊണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്താകുന്നു. അന്ന് ഒരു വേലയും ചെയ്യരുത്. ശബത്ത് എന്നാൽ എന്ത്? അത് വിശുദ്ധ ദിവസമാണ്. വിശുദ്ധ ദിവസം എന്നാൽ എന്ത്? അത് വേർതിരിക്കപ്പെട്ടതാണ്. അന്ന് സാമാന്യകാര്യം ചെയ്യരുത്. ഞാൻ വിശുദ്ധനാണെങ്കിൽ ഞാൻ സാധാരണ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ദൈവപൈതലാണെങ്കിൽ സാധാരണ കാര്യത്തിന് പോകത്തില്ല. ഞാൻ ദൈവിക മാന്യതയ്ക്ക് ഒത്തവണ്ണമുള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതിനു മുമ്പേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ജർമ്മനിയിൽ ലോക്കൽ യുദ്ധം, സിവിൽ വാർ ഉണ്ടായ ശേഷം അവിടുത്തെ രാജാവിനെ ആളുകൾ ചേർന്ന്, ജർമ്മനിയാണെന്ന് തോന്നുന്നു, അവിടുത്തെ രാജാവിനെ അവിടുത്തെ ജനങ്ങൾ ചേർന്ന് പിടിച്ചു. അദ്ദേഹത്തെ കുടുംബമായി കൊന്നുകളയാൻ തീരുമാനിച്ചു. ചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തെ കുടുംബമായി കൊന്നു. രാജാവിനെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടു ജനകീയ കോടതി നടത്തി. ജനകീയ കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തെ വിസ്തരിച്ചു. അവർ പറഞ്ഞു, ഇത്രയും നാൾ ജനങ്ങളെ ചൂഷണം ചെയ്ത് കുടുംബത്തിന് ചെലവിന് കൊടുത്ത നിന്നെ കൊന്നുകളയുവാൻ തീരുമാനിക്കുന്നു. ഒരാൾ സജസ്റ്റ് ചെയ്തു, അവരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു. രാജാവിനെ കൊന്നു, രാജ്ഞിയെ കൊന്നു, മക്കളെ കൊന്നു, പലരെ കൊന്നു. ഒടുവിൽ ഏതാണ്ട് 5 വയസ്സിന് താഴെ, എൻ്റെ ഓർമ്മയിൽ 5 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞു വന്നു. ആ കുഞ്ഞിനെ എടുത്ത് മേശപ്പുറത്ത് നിർത്തിയ ശേഷം ഇതിനെ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. ഒരപ്പച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, കൊല്ലരുത്. ജനം മുഴുവനും അപ്പച്ചനെതിരായി തിരിഞ്ഞു. ആരുടെ? രാജകുടുംബത്തോട് ഇനിയും സ്നേഹമുള്ളവൻ. ഇവൻ വളർന്നു വരുമ്പോൾ ഇവനും രാജാവാകാൻ ശ്രമിക്കും. ഇനിയും രാജകുടുംബത്തോട് സ്നേഹമുള്ളവനുണ്ടെങ്കിൽ അവനെ ആദ്യം കൊല്ല്, അത് കഴിഞ്ഞ് ഈ കൊച്ചിനെയും കൊല്ലാൻ പറഞ്ഞു. അപ്പച്ചൻ മുന്നോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവനെ കൊല്ലണ്ടെന്ന് പറഞ്ഞത് രാജകുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. രാജകുടുംബത്തിലൊരു നിലനിൽക്കുന്ന അപമാനമുണ്ടായിരിക്കേണ്ടതിന് ഈ കൊച്ചിനെ വളർത്തണം. ഇവനെ വളർത്തുവാൻ ഈ ദേശത്തുള്ള ദുഷ്ടയായ ഒരു വേശ്യസ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കണം.
ഇവനെ ധരിപ്പിക്കുന്ന വസ്ത്രങ്ങൾ മുഷിഞ്ഞതും കീറിയതും കഴിയുമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും എടുത്തെറിഞ്ഞതുമായ അഴുക്ക് തുണികൾ കൊണ്ട് ഉടുപ്പ് തയ്പ്പിച്ച് ഈ കൊച്ചനെ അത് ഇടിയിപ്പിക്കണം. ഈ വേശ്യാസ്ത്രീ പറയുന്ന ഭാഷ ഇവനെ കൊണ്ട് പറയിപ്പിക്കണം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഇവൻ വളർന്നു വരുമ്പോൾ ഏറ്റവും വൃത്തിഹീനനായി ഏറ്റവും മോശമായി സംസാരിക്കുന്ന ഈ കട്ടിയുള്ള വാചകങ്ങളൊക്കെ കയറ്റി പറയുമ്പോൾ മിടുക്കാന്ന് തോന്നുന്ന കുറേ പേരുണ്ട്. ചുമ്മാതാ, അത് കേൾക്കുന്നവർക്കറിയാം ഇവൻ തീരെ മോശമാണ്. ഇവൻ അങ്ങനെ മോശമായി സംസാരിക്കുമ്പോൾ രാജകുടുംബത്തിലൂടെ നിലനിൽക്കുന്ന അപമാനമായി ഇവൻ മാറിക്കൊള്ളും എന്നതിനാൽ അത് ചെയ്യാൻ പറഞ്ഞു. ഈ കുഞ്ഞ് 6-7 വയസ്സ് വരെ വളർന്നു. 6-7 വയസ്സ് പ്രായമായപ്പോൾ ഈ വളർത്തിക്കൊണ്ടിരുന്ന ആ ദുഷ്ട സ്ത്രീയെ ചില വാക്കുകൾ പറയുവാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അതെൻ്റെ വാ കൊണ്ട് പറയത്തില്ല. ഞാൻ രാജാവിൻ്റെ മകനാ, എൻ്റെ സിരകളിൽ ഒഴുകുന്നത് രാജരക്തമാണ്. എൻ്റെ സിരകളിൽ രാജരക്തം ഒഴുകുന്നത് കൊണ്ട് ആ വാക്കെനിക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. ഞാൻ പദങ്ങളുടെ അകത്തേക്ക് പോകുന്നില്ല. എൻ്റെ ഒരു സ്നേഹിതൻ രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ടതല്ല, പെന്തക്കോസ്തുകാരനല്ല, റോമൻ കത്തോലിക്കൻ ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തെ 3-4 പേര് ചേർന്ന് ചീത്ത പറഞ്ഞപ്പോൾ, ആൾ ബാംഗ്ലൂരിലുണ്ട്, അദ്ദേഹത്തെ 3-4 പേര് ചേർന്ന് ചീത്ത പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, എടാ നിനക്കറിയാവുന്നതിലെ ഏറ്റവും വൃത്തികെട്ട 4 ചീത്ത വാചകങ്ങളും ഓർത്തു ഞാൻ വിളിച്ചതായി കണക്ക് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അതൊരു പുതിയ പ്രസ്താവന, ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അവൻ പറഞ്ഞു, ഈ അഴുക്ക് പദങ്ങൾ എൻ്റെ വാഗുകൊണ്ട് ഞാൻ പറയത്തില്ല. എൻ്റെ അപ്പൻ മദ്യപിച്ച് ഓടയിൽ കിടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ മുതൽ ദുഷിച്ച ഭാഷ എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടല്ല, പക്ഷെ ഞാനൊരു മാന്യനായി ജീവിക്കുന്നത് കൊണ്ട് ആ ഭാഷ എൻ്റെ നാവ് കൊണ്ട് ഉപയോഗിക്കത്തില്ല. ഞാൻ വൃതനാണ്, എനിക്ക് സാധാരണ കാര്യങ്ങൾ പാനൊക്കത്തില്ല. ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്, എനിക്ക് വേർപാടുണ്ട്. ഒരു ദിവസത്തെ ശുദ്ധീകരിച്ചാൽ അന്ന് സാമാന്യ വേല ചെയ്യാൻ പാടില്ല. ആ ദിവസത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഉപവസിക്കുന്ന നാളിൽ തന്നെ നിങ്ങളുടെ എല്ലാ വേലക്കാരെ കൊണ്ടും അധ്വാനിപ്പിക്കുകയും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് പോകുകയും ചെയ്യും. അതിനെ അല്ല ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം ദൈവസന്നിധിയിൽ വേർതിരിക്കുന്ന സമയമാണ്. നമ്മൾ വിശുദ്ധരായിരിക്കണം. അതാണ് വർജനം എന്ന് പറയുന്നതിൻ്റെ ഒരു ഘടകം. അതിൻ്റെ ഒരു ഘടകം അതാ. ലേവ്യർ 20:7-8 ആകയാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നിങ്ങൾ ശുദ്ധീകരിക്കാൻ സ്വയം ഏൽപ്പിക്കപ്പെട്ടാൽ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ലേവ്യർ 11:44 ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധർ ആയിരിക്കണം. നാം വർജനം ആചരിക്കണം, നാം വിശുദ്ധി പാലിക്കണം. 2 വിശുദ്ധന്മാരെ വീഴിക്കുവാൻ ഉപയോഗിക്കുന്ന ടെക്നോളജികളിൽ ഒന്ന് നമ്മുടെ വേർപാടിൽ നിന്ന് നമ്മളെ കളയുകയാണ്, നമ്മുടെ സെപ്പറേഷനിൽ നിന്ന് നമ്മെ ഇല്ലാതെയാക്കാൻ കഴിയുമെങ്കിൽ വ്രതന്മാരെ. ഈ ഘടകങ്ങൾ ഇവൻ ഇട്ടുകൊടുത്താൽ ഇവനെ വൃതത്വത്തിൽ നിന്ന് വീഴിക്കാൻ കഴിയും എന്നറിഞ്ഞുകൊണ്ട് പിശാച് ചെയ്യുന്ന ഓരോ ഘടകങ്ങളാണ്. മറക്കരുത്, കഴിയുമെങ്കിൽ വ്രതന്മാരെ. നമ്മുടെ വേർപാട് നമുക്ക് സൂക്ഷിക്കാം. വ്രതന്മാരെ വീഴിക്കുന്ന 2ാമത്തെ മെത്തേഡ്, എല്ലാ മെത്തേഡും ഒന്നും ഞാൻ എടുത്തിട്ടില്ല, പ്രധാനമായി എൻ്റെ ഹൃദയത്തിൽ വന്ന ചിലതാണ് ഞാൻ എടുത്തത്. കഴിഞ്ഞ രാത്രിയിൽ എക്സാക്ട്ലി 2 മണി വരെ ഞാൻ ഈ ദൈവവചനത്തിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചകൾ മുഴുവനും ഞാൻ അതിനകത്തായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ രാത്രി 2 മണിക്ക് കിടക്കുമ്പോഴും തൃപ്തി വരാഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ ഗൗരവമായി പ്രാർത്ഥിച്ച്, കർത്താവ് ഈ രാത്രിയിൽ എന്നോട് ഇടപെടണം. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനിതിന് മുമ്പേ പറഞ്ഞത്, ദൈവവചനത്തിൻ്റെ ആ അന്നെടുക്കേണ്ട മെസ്സേജിൻ്റെ കംപ്ലീഷൻ ദൈവം എനിക്ക് തരുന്നത് ഞായറാഴ്ച രാവിലെയാണ്. അതിനു മുമ്പേ തരത്തില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കൊണ്ടുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന പലതിനകത്തും അക്ഷരത്തെറ്റുണ്ട്. എനിക്കെൻ്റെ ചെറുപ്പകാലത്ത് ചൊവ്വെ പഠിക്കാൻ ഒത്തിട്ടില്ല, അതുകൊണ്ട് അക്ഷരത്തെറ്റുണ്ട്. ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ഇഷ്ടംപോലെ ഫെസിലിറ്റികളുണ്ട്. ഇവിടെ സഹോദരന്മാരുണ്ട്, അവരെന്നെ സഹായിക്കും. ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ കർത്താവേ കുറഞ്ഞ പക്ഷം വെള്ളിയാഴ്ച വൈകിട്ടെങ്കിലും മെസ്സേജ് കിട്ടിയാൽ അത് അവർ കറക്റ്റ് ചെയ്ത് തരും. അന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു പദമാണ്, ഞായറാഴ്ച സഭായോഗത്തിന് ആരൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം മനുഷ്യന് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു പോയതിനാൽ അവർ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യും, ചിലർ വരാതിരിക്കും. വരുന്നവരുടെ ആവശ്യത്തിനുള്ള മെസ്സേജാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞായറാഴ്ച രാവിലെ വരുന്നവരുടെ ആവശ്യത്തിനുള്ള മെസ്സേജാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച രാവിലെ. ഇന്ന് രാവിലെയാണ് ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത്. കാരണം ലാസ്റ്റ് മിനിറ്റിലാണ് ഈ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നത്. ആ ദൈവാത്മാവ് തന്ന കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പവർ പോയിന്റിലാക്കിക്കൊണ്ട് ഞാൻ വരികയാണ്. 2ാമത്തേത് ഉപദേശത്തിൽ നിലനിൽക്കുക.
2 യോഹന്നാൻ 1:9-11 വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശം നാം അറിഞ്ഞേ മതിയാകും. ഈ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്നവൻ ആർക്കും ദൈവമുള്ളവനല്ല. ദൈവമുള്ളവനെപ്പോലെ അവൻ അഭിനയിക്കാം, അത് വെറും അശുദ്ധ അഭിനയമാണ്, ദൈവമുള്ളവനല്ല. ഉപദേശത്തിൽ നിലനിൽക്കുക. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവന് കുശലം പറയുക പോലും അരുത്. പോട്ട്, ഞാൻ ആ ഭാഗത്തോട്ട് അധികമായി പോകുന്നില്ല. അവന് കുശലം പറയുന്നവൻ അവൻ്റെ പാപത്തിൽ പങ്കാളിയാണ്. യേശുവിൻ്റെ ഉപദേശം എന്ത്? നമ്മുടെ പ്രേക്ഷിത ദൗത്യം എന്ത്? ഇതിനു മുമ്പേ ഞാൻ അടുത്ത ദിവസങ്ങളിലെങ്കിലും ഇതെടുത്തിട്ടില്ല. ഒരു ദൈവദാസൻ്റെ, ഒരു ദൈവസഭയുടെ പ്രേക്ഷിത ദൗത്യം എന്തിനു വേണ്ടി നമ്മെ അയച്ചു? പ്രേക്ഷിത ദൗത്യം ഒരല്പം സാഹിത്യപദമായിരിക്കാം. അയക്കപ്പെട്ട ജോലി, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അയക്കപ്പെട്ട ജോലി. നമ്മെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? മത്തായിയുടെ സുവിശേഷം 28:19-20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പലരും ഇന്ന് സുവിശേഷത്തിൽ ഈ ഭാഗത്തോട്ട് ഇറങ്ങാറില്ല. എൻ്റെ പ്രേക്ഷിത ദൗത്യമാണ് ഈ കാണുന്നത്, നിങ്ങളുടെ പ്രേക്ഷിത ദൗത്യമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ എൻ്റെ കടമയുള്ളൂ. ബൈബിൾ അവൻ്റെ കയ്യിൽ കൊടുത്തു, അവന് വേണ്ടിയത് പ്രമാണിക്കട്ടെ. ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചാൽ പലർക്കും നൊമ്പരപ്പെടും, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല, ഞാൻ വളരെ സോഫ്റ്റാണ്. പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു, ഗോഡ് ഈസ് ലവ് എന്ന് പറയാനാണ് എന്നെ ഏൽപ്പിച്ചത്. എൻ്റെ പൊന്നെ, അങ്ങനെ ഓരോ വാക്യം വീതം പറയാൻ ഓരോരുത്തരെ ഏൽപ്പിക്കാനാണെങ്കിൽ എത്ര പേരെ വേണമെടാ, എന്ത് വന്ന് ഈ പറയുന്നത്? എന്നെ അയച്ചത് അതിനല്ല. ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച്, ഞാൻ കൽപ്പിച്ച പദങ്ങൾ ആവർത്തിക്കുക എന്നല്ല, അതിന് തക്കവണ്ണം മനുഷ്യനെ ഒരുക്കുവാൻ എൻ്റെ കയ്യിൽ നിന്ന് ചിലതുകൊണ്ട് ഇട്ട് കൊടുക്കണം. ഈ ദർശനങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദർശനങ്ങൾ വായിക്കുന്നവൻ ഓടത്തക്കവണ്ണം, ഓട്ടക്കാരൻ വായിച്ചാൽ അവൻ ഓടത്തക്കവണ്ണം ആ ദർശനങ്ങൾ ചായം തേച്ച് വരയ്ക്കണം. ദൈവം ഏൽപ്പിച്ച ദർശനങ്ങളോട് ചായം തേക്കുവാൻ, ഉപദേശത്തിൻ്റെ ഗൗരവം പറയുവാൻ യോഗ്യമായ പദങ്ങൾ ഉപയോഗിക്കണം. അതുപയോഗിച്ച് ദൈവം ഉപദേശിച്ച ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓരോന്നും മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുക്കണം. അപ്പോസ്തലന്മാരുടെ കാലത്ത് പെന്തക്കോസ് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ മറ്റ് പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ച് 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ്, 42 വരെ മറ്റ് പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു. വേർപാടിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ വ്യത്യസ്ത വാചകങ്ങൾ ഉപയോഗിക്കും. ആ വാചകങ്ങൾ മുഴുവനും ബൈബിളിൽ നിന്നല്ല. ഒരിക്കൽ ഞാൻ എന്തോ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരാൾ എനിക്കൊരു കമൻ്റ് ഇട്ട് തന്നു, പാസ്റ്റർ, ബൈബിളല്ലേ പ്രസംഗിക്കേണ്ടത്, എന്തിനായി വെളിയിൽ നിന്ന് എടുക്കുന്നത്? ശാസ്ത്രത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് എന്തിനീ വെളിയിൽ നിന്ന് എടുക്കുന്നു? ബൈബിളല്ലേ പ്രസംഗിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ബൈബിൾ റീഡിംഗ് അല്ല എൻ്റെ പ്രോഗ്രാം പ്രസംഗമാണ്. ബൈബിൾ റീഡിങ്ങിനായിരുന്നു ഞാൻ വന്നതെങ്കിൽ വെളിയിൽ നിന്ന് ഒന്നും എടുക്കത്തില്ല, ഇത് വായിച്ചേച്ച് അടച്ചു വെച്ചേച്ച് അങ്ങ് പോവുകയുള്ളായിരുന്നു. എന്നെ വിളിച്ചത് ബൈബിൾ റീഡിങ്ങിനല്ല, തക്കവണ്ണം ഉപദേശിക്കുവാൻ. മറ്റു പല വാക്കുകളും ഉപയോഗിച്ച ചരിത്രമുണ്ട്. ചായം തേച്ച് വരയ്ക്കുവാൻ, അതിനാണ് ദൈവം നമ്മെ ആക്കിയത്, ആ പറയുന്നത് ഗ്രഹിക്കുവാൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ചിലർ പറയാറുണ്ട്, പരസ്യോഗം നടത്താനാണ് എന്നെ വിളിച്ചത്. മോനെ, അതൊക്കെ ശരി, എത്ര പേര് സ്നാനപ്പെട്ടു? ഒന്നുമില്ല. എടോ, ഫലമില്ലാത്ത വൃക്ഷമേ, ഫലം കഴിക്കാൻ കർത്താവ് അയച്ചല്ലോ. കർത്താവ് അയച്ച ഫലം എന്താണ്? നിങ്ങൾ പുറപ്പെട്ട് സ്നാനം കഴിപ്പിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. ഫലമുള്ള ഒരു വ്യക്തിത്വത്തെ ഉടലെടുക്കുവാൻ, ഫലമുള്ള ഒരു സഭയെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് തിരിഹിതമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ അയച്ച പ്രേക്ഷിത ദൗത്യം ഇതാണ്. അതിനകത്ത് നമുക്ക് നിലനിൽക്കാം. ഇതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ആദർ കടന്നു പോകുന്നവനൊന്നും പിതാവുമില്ല, പുത്രനുമില്ല. ഇന്ന് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. വൃതന്മാരെ വീഴിക്കുന്ന അനേക കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. 2, നമ്മൾ ഫലമുള്ള വേലക്കാരായിരിക്കണം.
യോഹന്നാൻ്റെ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാം. എന്തിനു വേണ്ടിയാണ് നമ്മളെ ആക്കിയത്? പോയി ഫലം കഴിക്കാനാണ്. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. മോനെ, ഞാൻ ചോദിച്ചില്ലല്ലോ ചെയ്തോന്ന്. എനിക്ക് വേണ്ടത് നിങ്ങൾ ഫലം കഴിക്കുക, അതിനുവേണ്ടി നിങ്ങളെ ആക്കി വെക്കുക. ഞാൻ ഒരുപാട് വ്യക്തികളുടെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ചേച്ച് അവരുടെ ജീവിതം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വല്ല ഫലവും കായ്ച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം കാണാത്തത് കൊണ്ട് പലരുടെയും ഉപദേശങ്ങൾ ഒരു വട്ടപൂജ്യത്തിനകത്തിട്ട് മാറ്റുകയുള്ളൂ. പകരം ഫലം കായ്ക്കുന്നവരുടെ ഉപദേശങ്ങൾക്ക് ഞാൻ അംഗീകാരം കൊടുക്കും. മത്തായിയുടെ സുവിശേഷം 22:14 വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മളെല്ലാം വിളിച്ചത് ഫലം കായ്ക്കാനാ. ഇന്ന് പകൽ ഫലം കായ്ക്കുവാൻ സഭയായി വ്യക്തിപരമായി ഓടുവാൻ വിളിയുള്ളവരുണ്ട്. അവർ വ്യക്തിപരമായി ഓടട്ടെ. കോർപ്പറേറ്റ് പർപ്പസസ്, സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ വിളിയുള്ളവരുണ്ട്. അവരത് ചെയ്യട്ടെ. രണ്ടായാലും നമ്മുടെ വിളിയിൽ നിന്നുകൊണ്ട് ഫലം കായ്പാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. ബഥേൽ ദൈവത്തിൻ്റെ കരുണയാൽ ഒട്ടും മുടങ്ങാതെ സ്നാനങ്ങൾ കൃത്യമായി നടത്തത്തക്കവണ്ണം സഭയുടെ മുമ്പിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന വാതിലിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ആ വാതിൽ തുറന്നിരിക്കുകയാണ്. ഇതുവരെ അത് അടയാതെ വണ്ണം സൂക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അത് അടച്ചു കളയേണ്ടതിന് അനേകം മല്ലന്മാർ പോരാടിയെങ്കിലും, ഫെലിസ്ത്യ മല്ലന്മാർ മുന്നോട്ട് വന്നെങ്കിലും ഇന്നും നിർത്തുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സഭയായി നമുക്കതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുവാൻ വിളിക്കപ്പെട്ടവരനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വെളിപ്പാട് പുസ്തകം 22:4 അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ദൈവത്തിൻ്റെ നാമം നമ്മുടെ നെറ്റിയിൽ നിന്ന് പോകാതെ ആ നാമം മുറുകെ പിടിച്ചുകൊണ്ട് പോകുവാൻ സ്വർഗം കൃപ തരട്ടെ. സുവിശേഷം എങ്ങനെ പ്രസംഗിക്കണം? ഞാൻ എന്തോ എടുത്തുകൊണ്ടിരിക്കുന്നത്, കഴിയുമെങ്കിൽ വൃതന്മാരെ വീഴിക്കുക. ദൈവിക ഓർഡർ സുവിശേഷം പറയുന്നത് എങ്ങനെയാണ്? ആ ഓർഡറിൽ നമ്മെ വീഴിച്ചാൽ ആകപ്പാടെ തകരും. ഞാൻ സ്നാന സമയങ്ങളിൽ ചിലപ്പോൾ പറയാറുണ്ടായിരുന്ന ഒന്നാം, പോയി പല്ല് തേച്ച് മുഖം കഴുകിയേച്ച് വരാൻ ഞാനൊരു കുഞ്ഞിനെ വിളിച്ച് പറഞ്ഞു, പോയി പല്ല് തേച്ച് മുഖം കഴുകിയേച്ച് വരാൻ. കുഞ്ഞാദ്യം പോയി മുഖം കഴുകിയേച്ച് പിന്നെ പല്ലും തേച്ചുകൊണ്ട് പോരുന്നാൽ തേണ്ട ഈ പേസ്റ്റ് ഇങ്ങനെ സൈഡിൽ ഒലിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഓർഡർ മാറ്റരുത്. ആ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞത്. കുളിച്ച് തോർത്തി വരാൻ പറഞ്ഞാൽ തോർത്തി വെച്ച് കുളിക്കാനല്ല പറഞ്ഞത്, ഓർഡർ മാറ്റാതിരിക്കാനാണ്. അവൻ ലൂക്കോസിൻ്റെ സുവിശേഷം 9:1-2 വാക്യങ്ങളിൽ അവൻ 12 വരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വിളിക്കപ്പെട്ട സകല ദൈവപൈതലും ഇവയുടെ മേൽ അധികാരമുള്ളവരാണ്. വിളിക്കപ്പെട്ട സകല സഭകൾ, ഞാൻ പറഞ്ഞാൽ വിളി എപ്പോഴും വ്യക്തിപരമാകത്തില്ല. ദൈവം ഏലിയാവിനെ വിളിച്ചു, അത് വ്യക്തിപരമായൊരു വിളിയായിരുന്നു. പക്ഷെ ഏലിയാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ സഹപ്രവർത്തകരെ ദൈവം ഒരുക്കി. ദൈവം ദാവീദിനെ വിളിച്ചു, അത് വ്യക്തിപരമായൊരു വിളിയാണ്. പക്ഷെ ദാവീദിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിച്ചു. ദൈവം പൗലോസിനെ വിളിച്ചു, അത് വ്യക്തിപരമായൊരു വിളിയാണ്. പക്ഷെ പൗലോസിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം അനേകരെ ആക്കി. നമുക്ക് കോർപ്പറേറ്റ് കോളിംഗ് ആകാം. സഭ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്, ദൈവത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ആക്കി. ആ കോർപ്പറേറ്റ് വിളിയിൽ നിൽക്കണം എങ്കിൽ നമുക്കൊരധികാരമുണ്ട്. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. അവരോട് പറഞ്ഞു. എന്തിനാണ് അയച്ചത്? പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ദുരാത്മാക്കളെ പുറത്താക്കണം. ഇന്ന് ഒരുപാട് പേർക്ക് ഈ കോളിംഗ് ഒന്നുമില്ല, ഈ അധികാരം അവരുടെ മേലില്ല. അവരെ ദൈവം അയച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ മണ്ടനാണ്. അത് ഞാൻ ഒന്നോട് ഓർപ്പിക്കട്ടെ. ദൈവം ഏൽപ്പിച്ച അധികാരങ്ങൾക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ കൺവെൻഷനുകളിലായിരുന്നു. ഒരുപാട് കൺവെൻഷനുകൾക്ക് ദൈവത്തിൻ്റെ കരുണയാൽ 12ാമത്തെ വയസ്സ് മുതൽ യാത്ര ചെയ്യുവാൻ ഈ 78ാമത്തെ വയസ്സ് വരെ കർത്താവ് എനിക്ക് പദവി തന്നു. ഒരുപാട് ഇടങ്ങളിൽ, പ്രധാനപ്പെട്ട ഇടങ്ങളിൽ എല്ലാം പോകുവാനിടയായി. പിശാച് അനുകൂലം നിന്നതുകൊണ്ടല്ല, നേതൃത്വം അനുകൂലമായതുകൊണ്ടല്ല, ദൈവം അനുകൂലമായിരുന്നതിനാല. പക്ഷെ ജനം കൂടുവാൻ കാരണമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവർ കണ്ടുകൊണ്ടിരുന്നു. മൂവാറ്റുപുഴ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് പണ്ടൊരിക്കൽ ഒരു ഭയങ്കര അത്ഭുതം നടന്ന, പരസ്യമായിട്ട് പറയാൻ ഒക്കത്തില്ല, ഒരു ഭയങ്കര അത്ഭുതം നടന്ന
ഒരു സ്ഥലം കണ്ടു. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഭാര്യയെ വിളിച്ച് ഞാൻ പറഞ്ഞു, പണ്ട് ഇന്ന സംഭവം നടന്ന ആ സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, പണ്ട് ഇവിടെ ഇന്നത് നടന്ന. അവർ പറഞ്ഞു, ഓ, ഞങ്ങൾ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്നലെ അത് വീണ്ടും പുനരാവർത്തിക്കപ്പെട്ടു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും തൻ്റെ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ദൈവം വിളിച്ചവരെ ദൈവം തിരഞ്ഞെടുക്കും. വചനത്തെ വചനം കൊണ്ടാണ് സ്ഥാപിക്കേണ്ടെന്നവരെന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തിൽ നടുവ് ഞാനീ പറയുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കും. ഇന്ന് പകൽ അങ്ങനെ ചെയ്യുവാൻ നമുക്ക് വ്യക്തിപരമായി ഒന്ന് സമർപ്പിക്കാം, സഭയായി നമുക്ക് ഏൽപ്പിക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽക്കാം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ പറഞ്ഞയച്ചു. 1000 രോഗസൗഖ്യങ്ങൾ ഈ ഒരു ആയുസ് കൊണ്ട് കാണുവാൻ കർത്താവ് തന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം എങ്ങനെ പ്രസംഗിക്കണം തുടരുകയാണ്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ. ലൂക്കോസ് 9 കണ്ടത് മത്തായി 10 ഇനി ക്രമം മറിച്ചിടുന്നവരുണ്ട്. ഈ ക്രമങ്ങൾ തിരിച്ചും മറിച്ചും കളയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല്ല് തേച്ച് മുഖം കഴുകുന്നതും മുഖം കഴുകിച്ച് പല്ല് തേക്കുന്നതും രണ്ടും രണ്ടാ. പല്ല് തേച്ചേച്ച് മുഖം കഴുകാതിഞ്ഞ് പോരുന്നവരുമുണ്ട്. ഇതെല്ലാം വെവ്വേറെയാണ്. കുളിച്ചേച്ച് തോർത്തുന്നതും തോർത്തിയേച്ച് കുളിക്കുന്നതും കുളിച്ചിട്ട് തോർത്താതെ വരുന്നതും ചുമ്മാ തോർത്തിയേച്ച് വരുന്നതും എല്ലാം ഉണ്ട്. ഓർഡർ ഫോളോ ചെയ്യുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ക്രമം കെട്ട തെറ്റിയ പ്രയോഗം പാടില്ല. ഗലാത്യലേഖനം 1:8 എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ സ്വർഗത്തിൽ നിന്ന് കൽപ്പിക്കപ്പെട്ട അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, ഭൂതശാന്തി, രോഗശാന്തി മുതലായ ദൈവത്തെ ദത്തമായ അധികാരത്തോട് ചേർന്ന് ദൈവവചനം പ്രസംഗിക്കേണ്ടതിനാണ് യേശു ശിഷ്യന്മാരെ അയച്ചത്. ഈ ആശയം മറക്കരുത്. പൗലോസപ്പോസ്തലനും അതുതന്നെയാണ് പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഒരുപാട് നിരൂപകന്മാർ വേറൊരു സുവിശേഷം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവനാ വേറെ സുവിശേഷം പറയുന്നത്. യേശു അയച്ച സുവിശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഭൂതശാന്തികൾ, രോഗശാന്തികൾ എന്നിവയോട് ചേർന്ന് പറയുന്ന സുവിശേഷമാണ്. ഇതൊന്നും ഇല്ലാതെ മാറിയിരുന്ന് സംസാരിക്കുന്നത് വേറൊരു സുവിശേഷമാണ്. അത് വേറൊരു ക്രിസ്തുവാണ്. നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് വീഴിക്കാതെ, വൃതന്മാരെ വീഴിക്കാതെ വചനത്തിൽ നിലനിൽക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. അടുത്തത്, ഞാൻ യേശുവിൻ്റെ മാതൃകയിലേക്ക് കയറട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു പരശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നമേ ആദ്യം വീര്യപ്രവൃത്തിയുമായി ആരംഭിച്ചു. ഞാൻ വീര്യപ്രവൃത്തിയുമായി ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. പക്ഷെ വചനം ശുശ്രൂഷിക്കാൻ ഒടുവിൽ സമയമില്ലാതെ വരും. 2-3 ഇടങ്ങളിൽ എത്ര 1000 സ്റ്റേജുകളിൽ പ്രസംഗിക്കുവാൻ ദൈവകൃപയാൽ 66 നീണ്ട വർഷങ്ങൾ കർത്താവ് തന്നതിനായി സ്തോത്രം. എത്രയോ 1000 സ്റ്റേജുകളിൽ. ചില ഇടങ്ങളിൽ രോഗശാന്തിയെ തുടങ്ങിയിട്ടുണ്ട്. കാര്യം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ രോഗശാന്തിയെ തുടങ്ങുമ്പോഴത്തെ പ്രശ്നം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ഒക്കാതെ വരും. പിന്നെ രോഗശാന്തിയുമായിട്ട് അങ്ങ് പോകും, വചന ശുശ്രൂഷ കാണുകയില്ല. ദൈവവചനം പറയുന്നില്ലെങ്കിൽ മറ്റേതിനർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ഒടുവിൽ ഓർത്തു, ആദ്യം ദൈവവചനം ശുശ്രൂഷിക്കാം. ആ വചനം അകത്തോട്ട് കയറിക്കഴിയുമ്പോൾ രോഗികൾ തന്നെ സൗഖ്യമാകും. പലപ്പോഴും ദൈവ സാന്നിധ്യം വരുമ്പോൾ തന്നെ ആളുകളിൽ വിടുതലുണ്ടാകും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ബെന്നിഹിനിൻ്റെ ഒരു ക്രൂസൈഡ് നടക്കുമ്പോൾ, എവിടെ വെച്ച, ദുബായിൽ വെച്ച് ബെന്നിഹിനിൻ്റെ ഒരു ക്രൂസൈഡ് ദുബായിൽ നടക്കുന്നുണ്ട്. അവിടെ കിട്ടാവുന്നതിലെ വലിപ്പമുള്ള ഒരു ഓഡിറ്റോറിയം എയർപോർട്ടിനോട് അടുത്തവർ തിരഞ്ഞെടുത്തു. ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗ് നടക്കുന്നതിന് എനിക്ക് തോന്നുന്നത് 1 മണിക്കൂർ മുമ്പേ ഞങ്ങളൊക്കെ അകത്ത് കയറി. അവസാനം കയറിയത് ഞങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞതോടെ ആ ഏരിയ മുഴുവൻ ഫ്ലഡഡായി. അവിടെ എങ്ങും ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. പോലീസ് വന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ബെന്നിഹിന് അതുവരെയും സ്റ്റേജ് വന്നിട്ടില്ല. ബെന്നിഹിനകത്ത് കയറാൻ പറ്റുന്നില്ല, പോലീസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കാര്യം മൊത്തം ഏരിയ കംപ്ലീറ്റ് ആളുകളെ കൊണ്ട് നിറഞ്ഞു. പക്ഷെ അതിനകത്ത് രോഗശാന്തി നടക്കുന്നത് കാണാം. ബെന്നിഹിൻ അവസാനം സ്റ്റേജിൽ വന്നു കയറി 45 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറാൻ പറ്റിയത്. ഇയാളാ പ്രസംഗിക്കേണ്ടതിൽ വിളി നീക്കുക എന്നൊക്കെ പറഞ്ഞ് ഇൻഫർമേഷനൊക്കെ പോയി രണ്ടാമത് തുറന്നു വന്നപ്പോഴത്തേക്ക് 45 മിനിറ്റ് പോയി. അദ്ദേഹം വന്ന് ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്തുന്നതിന് മുന്നമേ സൗഖ്യമായ രോഗികൾ എഴുന്നേക്ക്.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവസാന്നിധ്യം ഒരിടത്തുണ്ടെങ്കിൽ രോഗികൾ സൗഖ്യമാകും. വചനം പ്രസംഗിച്ചാൽ രോഗികൾ സൗഖ്യമാകും. ഇന്ന് നമ്മെ ഏൽപ്പിച്ച അധികാരം അതാണ്. ആ അധികാരത്തിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞ് വീഴാതെ നിർത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭമായി ദൈവമഹത്വം വെളിപ്പെടുത്തേണ്ടതിന് യേശു ഇത് ചെയ്തു തുടങ്ങിയെങ്കിൽ ഇന്നും തുടരുകയാണ് ദൈവദാസന്മാർ മുഖേന. അതിൽ നിങ്ങൾ ഭാഗവാക്കുകളാണ്, അതിൽ നമ്മൾ ഭാഗവാക്കുകളാണ്. യോഹന്നാൻ 3:2 ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ദൈവം കൂടെ ഉണ്ടെന്ന ധൈര്യമുണ്ടോ ചിലത് ചെയ്യുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കും. ഇവിടുന്ന് പോയ അനേക സഹോദരന്മാർ, ശുശ്രൂഷകന്മാർ അത്ഭുതകരമായി രോഗശാന്തി ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലും ലേറ്റ് നൈറ്റ് എനിക്ക് കോളുണ്ടായിരുന്നു. പാസ്റ്റർ, സഭ വളർന്നുകൊണ്ടിരിക്കുക, ഇന്ത്യയിൽ നിന്നല്ല, സഭ വളർന്നുകൊണ്ടിരിക്കുക, ദൈവം ഇന്നത് ചെയ്യുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒന്നുകൂടെ വരണം, ചിലതുകൂടെ നടക്കണം, ഒരധികാരത്തിൻ്റെ കൈമാറ്റം കൂടെ വേണം. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ഒരു ഭയങ്കര ചോദ്യം, നാം ക്രിസ്തുവിനോടുകൂടെ ചേർക്കുന്നവരോ അതോ ക്രിസ്തുവിൽ നിന്നും ചെതറിക്കുന്നവരോ? ഇതൊരു ഭയങ്കര ചോദ്യമാണ്. മത്തായിയുടെ സുവിശേഷം 12:30 യേശു പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തവൻ പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ഒരുപാട് എഴുത്തുകാരും സുവിശേഷത്തിന് കൊണ്ട് മുതലെടുക്കുന്നവരുമുണ്ട്. ഇവരാരും ക്രിസ്തുവിനോടാരെയും ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരും അറിയാതെ അവരുടെ ചരിത്രത്തിലോട്ടൊന്ന് കയറിയാൽ ആരും ക്രിസ്തുവിനോട് ചേർക്കുന്നില്ല. ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു യവന്മാർ ചെതറിക്കുന്നുണ്ട്. ഞാൻ ആഴത്തിലോട്ടിറങ്ങാം. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ ഇവിടെ ഒരു സംഭവം പറഞ്ഞു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്ന ഒരു ദൈവദാസൻ, ആ ദിവസങ്ങളിൽ പ്രയോജനപ്പെടാൻ കഴിയാഞ്ഞ ഒരാൾ ഒരിക്കൽ കേരളം വിസിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്നയാളാണ്, ചെറിയ തോതിൽ രോഗശാന്തി ചെയ്തുകൊണ്ടിരുന്നയാളാണ്, ഓരോ മാസവും ചിലരെയെങ്കിലും സ്നാനത്തിലേക്ക് വേർതിരിച്ചുകൊണ്ടിരുന്നയാളാണ്. പക്ഷെ കഴിഞ്ഞ 2-3 വർഷം മുമ്പേ തൃത്വ ഉപദേശത്തിന് വിരോധമായി, അദ്ദേഹം എന്നെ സാധാരണ ശ്രദ്ധിക്കും, തൃത്വ ഉപദേശത്തിന് വിരോധമായി ഒരു മണ്ടൻ പറയുന്നത് കേട്ടു. അപ്പോൾ ഇവനൊരു മറുപടി പറയണമല്ലോ എന്ന് കണ്ട് തൃത്വ ഉപദേശത്തെ സ്ഥാപിച്ചുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതി. അങ്ങനെ ലേഖനം എഴുതി പരിചയമുള്ള പലരും എന്നെ വിളിച്ചു. അവരിൽ പലരോടും കൂടെ ഞാൻ കൂട്ടുകൂടി. അതൊക്കെ ഈ മീഡിയക്കാരാണ്. അവരിൽ പലരോടും കൂടെ ഞാൻ കൂട്ടുകൂടി തൃത്വോപദേശം സ്ഥാപിക്കേണ്ടതിന് മാത്രം അവരുമായി സംസാരിച്ചു. പക്ഷെ പലപ്പോഴും അവരുടെ സംസാരം വഴിവിട്ടതാകയാൽ കൃപാവരങ്ങൾക്ക് വിരോധമായുള്ള സംസാരം ഞാൻ കേട്ടു. ആ 2 വർഷം ഞാൻ അവരോട് സഹകരിച്ചു ഒറ്റ കാര്യത്തിന്, തൃത്വോപദേശം സ്ഥാപിക്കാൻ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് എന്നിൽ കൃപാവരമില്ല, എനിക്ക് പ്രവചനമില്ല, പോയി. എൻ്റെ സഹകരണം അയോഗ്യരുമായി ആകയാൽ ഈ ഉപദേശവും കൊണ്ടല്ലാതെ ഒരുത്തൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവന് കുശലം പറയരുത്, അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. ഞാൻ അവന്മാരോട് ഇടപെട്ടു പോയതിനാൽ എന്നിലുണ്ടായിരുന്ന കൃപാവരങ്ങൾ നഷ്ടമായി. പാസ്റ്റർ വർഗീസ്, എനിക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കണം. ആ വലിയ മനുഷ്യൻ മുട്ടുകുത്തി. പറഞ്ഞു, പാസ്റ്റർ ദയവായിട്ട് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തരുത്. അദ്ദേഹം പറഞ്ഞല്ല, ഞാൻ ദൈവം മുമ്പിലാണ് മുട്ടുകുത്തിയേ നിൽക്കത്തുള്ളൂ. പിന്നെ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ മുട്ടുകുത്തി. ഞങ്ങൾ ഇരുവരുമായി പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ആ പ്രാർത്ഥന ഫലിച്ചു, നഷ്ടപ്പെട്ട കൃപാവരം എനിക്ക് തിരിച്ചു വന്നു. നാം ചേർക്കുന്നവരോ ചിതറിക്കുന്നവരോ? കൃപാവരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ചിതറിക്കുവാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു. കാര്യം ഇവർ ചേർക്കുന്നവരല്ല, ചിതറിക്കുന്നവരാണ്. നാം അവരോട് കൂട്ടുപിടിക്കരുത്. ദൂഷകന്മാർ. മത്തായിയുടെ സുവിശേഷം 12:31 മുതൽ 37 വരെയുള്ള വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. മറക്കരുതേ, പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറഞ്ഞാൽ വിശുദ്ധന്മാരെ വീഴിക്കുന്ന പ്രമാണമാണ്. അതെ, കൃപാവരങ്ങൾ ചെയ്യുന്നവരിൽ, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ സംസാരിക്കുന്നവരിൽ അപാകതകൾ ഉണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരുത്തനെ കരുതേച്ച് കാണിക്കുന്ന കൂട്ടത്തിൽ ദൈവവചനത്തെ വൃഥാവെടുക്കുക എന്നല്ല. നോ സർ, നടക്കത്തില്ല. ദൈവവചനമാണ്. ഒരു വ്യക്തി അതിൽ നിന്ന് വീഴ്ച വരുത്തി എന്ന് കാണാം. അതിൻ്റെ അർത്ഥം ദൈവവചനം തെറ്റിയെന്നല്ല, ദൈവവചനം അത് തന്നെയാണ്. അവനെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ചെയ്ത് കാണിച്ചേച്ച് പറ,
അതുവരെ വായി വെള്ളം ഒഴിച്ച് മിണ്ടാതിരി, എൻ്റെ ജനത്തെ തെറ്റിക്കാതെ അവർ സ്വർഗത്തിൽ പോകട്ടെ, അവർ വൃതന്മാരാ. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ, ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പീൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പീൻ. ഫലം കണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ ഉദ്ദേശിച്ചു. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി മേക്കറി സർക്കിളിൽ ആ റൗണ്ട് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മാങ്ങ കായ്ക്കാത്ത ഒരു വൃക്ഷത്തെ മാവെന്ന് വിളിക്കല്ലേ. കണ്ടാൽ മാവ് പോലെ ഇരുന്നേക്കാം, മാവല്ല. മാവ് ഫലം കായ്ക്കുന്നതാണ്. കണ്ട മാവ് പോലെ ഇരുന്നേക്കാം, ഇല കണ്ട് വിശ്വസിക്കരുത്, ഫലം കണ്ടേ വിശ്വസിക്കാവൂ. ഫലം ഇല്ലെങ്കിലോ അതിനെ നിഷ്ഫലനം എഴുതി തള്ളി വിട്ട് ഫലം കണ്ടേ വിശ്വസിക്കാം. അവിടെ ഫലമെന്ന് എഴുതിയിരിക്കുന്നത് അവരുടെ വിശുദ്ധ ജീവിതത്തെ തന്നെയല്ല, വിശുദ്ധ പൂജമുണ്ട്, അതിനെ തന്നെയല്ല, അവർ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നതിനെയാണ്. ദൂഷകന്മാർ ക്ഷമിക്കപ്പെടാത്തവരാണ് എന്ന് മറക്കരുത്. ഇത് 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ നമ്മൾ വിശദീകരിച്ച് ഒരിക്കൽ ചിന്തിച്ചതാ. ഞാൻ ഈ കോണ്ടസ്റ്റിലേക്ക് മാറ്റാൻ പോകുകയാണ്. ഏലിയെക്കുറിച്ച് പറയുകയാണ്, അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നു എന്ന ആകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവരോട് കൽപ്പിക്കുന്നു. ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല. പരിശുദ്ധാത്മാവിനെതിരെ ഉള്ള ദൂഷണം ഒരു കാലത്തും ക്ഷമിക്കപ്പെടുന്നതല്ല. ഈ ലോകത്തിലും ക്ഷമിക്കപ്പെടത്തില്ല, വരുവാനുള്ളതിലും ക്ഷമിക്കപ്പെടത്തില്ല. ദൈവദൂഷണം പറയുന്ന മക്കളെക്കുറിച്ച് അറിഞ്ഞിട്ടും ഒത്തിരി പേരെക്കുറിച്ച് അറിഞ്ഞിട്ടും മാന്യത സൂക്ഷിക്കുവാൻ ഞാനും മിണ്ടാതെ നടന്നിട്ടുണ്ട്. അല്ല, ശാസിക്കേണ്ടതിനെ ശാസിച്ചേ പറ്റൂ, നിർത്തേണ്ടതിനെ നിർത്തിയേ പറ്റൂ, അല്ലാത്തതുമായി നമുക്ക് ബന്ധമില്ല എന്ന് പ്രസ്താവിച്ചേ മതിയാകും. ഏലിയുടെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരമില്ല, ഒരു നാളും. ഫോർ എവർ യേശുവിൻ്റെ കാൽവറി യാഗത്താൽ പോലും അതിന് പരിഹാരമില്ല. കാര്യം അത് അത്ര കൊടിയ പാപമാണ്. പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചതും ദൈവപ്രമാണം തെറ്റിച്ചതും ദൈവപ്രമാണം ലംഘിച്ചതും. ഏലിയുടെ പുത്രന്മാർ ചെയ്തത് എന്താണ്? യാഗത്തിന് വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് യാഗം കഴിക്കേണ്ട വസ്തുക്കൾ ദഹിപ്പിച്ച ശേഷം മാത്രം പുരോഹിതൻ എടുക്കേണ്ടത് എടുക്കാം. പക്ഷേ ഏലി പറഞ്ഞ് അങ്ങനല്ല, ഓർഡർ ഞാനൊന്ന് തിരിക്കയാ, എനിക്ക് വേണ്ടത് എടുത്തേച്ച് മിച്ചമുള്ളത് ദൈവത്തിന് കൊടുക്കാം. നോ മോനെ, നിൻ്റെ എച്ചിൽ തിന്നാൻ വരുന്നവനല്ല എൻ്റെ കർത്താവ്. ഞാൻ ഇതിനകത്ത് ഗൗരവത്തിൽ ആരോടോ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഇടപെടുന്നുണ്ട്. ഇത് മേക്കറി സർക്കിൾ ക്രോസ് ചെയ്തപ്പോഴല്ല, ഇപ്പോഴ് എൻ്റെ വാച്ചിൽ 9:12 13 ഇപ്പം ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നത്. ദശാംശം കൊടുക്കുന്ന കാര്യത്തിലും ദൈവത്തിനുള്ളത് മാറ്റിവെക്കുന്ന കാര്യത്തിലും തൽക്കാലം എൻ്റെ അത്യാവശ്യം കഴിഞ്ഞേച്ചാട്ടെ. നോ, നിൻ്റെ എച്ചിൽ തിന്നുന്നവനല്ല ദൈവം. ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് മാറ്റിവെക്കേണ്ടത് മാറ്റിവെക്ക്. തൽക്കാലം എൻ്റെ കാര്യങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ, സ്നാനപ്പെടാം. പിള്ളേരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞ ശേഷം ആകാം. ആ കല്യാണമൊന്നും വിജയിച്ചിട്ടില്ല. സ്നാനപ്പെടേണ്ടത് ദൈവം ഇടപെടുന്ന സമയത്താണ്. കുടുംബകാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് വെച്ച് ബെന്തിക്കോസിൽ പോകാം. നോ, നിന്നെ വിളിച്ചിടത്ത് ആദ്യം വാ. നിൻ്റെ എച്ചിൽ വാങ്ങുന്നവനല്ല ദൈവം. അതുകൊണ്ട് ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കേണ്ടതിന് കൊടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ ആ അകൃത്യത്തിന് യാഗത്താൽ യാതൊരു വിടുതലുമില്ല, പരിഹാരമില്ല, വഴിപാടിനാൽ പരിഹാരമില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. നമുക്കിനി അപ്പസ്തോല മാതൃകയിലേക്ക് കടന്നാലോ? യേശുവിൻ്റെ മാതൃക നമ്മൾ എടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമായിരുന്നു. അപ്പസ്തോലന്മാരുടെ മാതൃക അതിഭയങ്കരമാണ്. കഴിഞ്ഞ ആഴ്ച ഞാനത് തൊട്ടു. അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, പ്രസംഗങ്ങൾ, സ്നാനങ്ങൾ, സഭാരൂപീകരണം, രൂപീകരിച്ച സഭയ്ക്കുള്ള ഉപദേശങ്ങൾ, ഇത് ഭയങ്കര പ്രാധാന്യമാണ്. അയലോക്കക്കാരൻ രൂപീകരിച്ച സഭയ്ക്ക് ഞാൻ ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. അയലോക്കത്തെ പിള്ളേരെ ഞാൻ വളർത്തേണ്ട കാര്യമില്ല. ഞാൻ ജനിപ്പിച്ചതിനെ ഞാൻ വളർത്തേണ്ടത്. നമ്മുടെ ഈ സഭയിൽ ഒരിക്കലൊരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ സിസ്റ്റർ മേരി കോവൂരിൻ്റെ അടുക്കൽ വന്നൊരു സംശയം ചോദിച്ചു. കൊച്ചമ്മേ, എനിക്ക് വലിയ വേലയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ, നല്ല കാര്യം മോനെ. ഞാൻ ഇപ്പോൾ പോകുന്ന സഭയിൽ നിന്ന് ഒരു 10-12 പേര് ഇങ്ങനെ ആടി നിൽക്കുക. അവരെ പിടിച്ചുകൊണ്ട് മാറി ഒരു സഭ അങ്ങ് തുടങ്ങട്ടെ. കാര്യം എന്നോട് പറഞ്ഞതാ. അന്നേരം സിസ്റ്റർ മേരി കോവൂർ പ്രാർത്ഥിച്ചൊന്നുമല്ല, ഒരാലോചന പറഞ്ഞ ഓർമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എടാ, നീ ജനിപ്പിച്ചു വളർത്തടാ.
വല്ലോനും ജനിപ്പിച്ചതിനെ നീ വളർത്താൻ മെനക്കെടണ്ട. വല്ലോനും ജനിപ്പിച്ചതിനെ അവൻ വളർത്തിക്കോളും. നിൻ്റെ കൈ കൊണ്ടൊരു 100 ആത്മാക്കൾ സ്നാനപ്പെടട്ടെ, നിൻ്റെ കൈ കൊണ്ടൊരു 50 പേർ രക്ഷിക്കപ്പെടട്ടെ. പിന്നെ നീ സഭ നടത്താൻ നോക്ക്. ദൈവം നിന്നെ വിളിച്ചെടുത്ത് നിൽക്ക്. അവർ രൂപീകരിച്ച സഭയ്ക്ക് അവർ ഉപദേശങ്ങൾ കൊടുത്തു, അതിൻ്റെ വെളിയിലോട്ടല്ല. ഫലമുള്ള വേലക്കാരാകുവാൻ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. മുമ്പേ ഞാൻ വായിച്ച വാക്യമാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. അങ്ങോട്ട് പഠിപ്പിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല, ഇങ്ങോട്ട് പഠിക്കാനേ ഒക്കത്തുള്ളൂ. കർത്താവേ, അങ്ങേക്കറിയാമോ എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, ഞാൻ ചോദിച്ചില്ലല്ലോ. നീ എന്നെ തിരഞ്ഞെടുത്തതല്ലേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതല്ലേ. ഞാൻ പറയുന്ന പോലെ നടക്ക്. മത്തായിയുടെ സുവിശേഷം 22:14 വിളിക്കപ്പെട്ടവരനേകർ, നമ്മൾ ഈ സ്ലൈഡ് മുമ്പേ കണ്ടതാ. തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമുക്ക് ദൈവിക തിരഞ്ഞെടുപ്പിലേക്ക് വരാം. ഇനി തീയിലിട്ട് ചുട്ടുകളയുന്നതായ മഹാപാതകങ്ങൾ തിരുവചനത്തിലുണ്ട്. മത്തായി 3:10 ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. പാസ്റ്റർ പി.ഡി. ജോൺസൺ ഒറ്റ പ്രാവശ്യമേ നമ്മുടെ ചർച്ച വന്നിട്ടുള്ളൂ. അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ വൃക്ഷത്തിൻ്റെയും ചുവട്ടിൽ ഓരോ കോടാലിയുണ്ട്. അത് പാസ്റ്റർ പി.ഡി. ജോൺസൻ്റെ വ്യാഖ്യാനമാണ്, പുസ്തകത്തിലും അങ്ങനെ. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, വൃക്ഷം നടുമ്പോൾ തന്നെ ചുവട്ടിലൊരു കോടാലിയും വെച്ചിട്ടുണ്ട്. എം.എ. വർഗീസിനെ വേലയ്ക്ക് വിളിക്കുന്നതിന് സമയത്ത് തന്നെ ചർച്ചയിൽ നിന്ന് 4 കോടാലി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ 2-1 കോടാലിയാണ്. മക്കൾ ജനിക്കുന്നതിൽ 1 കോടാലിയുണ്ട്. എല്ലാ വൃക്ഷത്തിൻ്റെയും ചുവട്ടി കോടാലിയുണ്ട്. പിന്നെ എന്ത് വെട്ടാത്തത്? തോട്ടക്കാരൻ യജമാനനെ 1 കൊല്ലം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമെന്ന് നോക്കാം, 1 കൊല്ലം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം എന്ന് പറയുന്നത് കൊണ്ടാണ് ഇതുവരെയും ദീർഘക്ഷമ കിട്ടിയത്. പക്ഷേ ഈ ക്ഷമ എന്നും തുടരത്തില്ല. ദൈവത്തിന് ദീർഘക്ഷമയുണ്ട്, നിത്യക്ഷമയില്ല. ഒരു ദിവസം വെട്ടും. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു. യോഹന്നാൻ 15:6 എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറന്തള്ളും. ഇന്ന് പകൽ ക്രിസ്തുവിൽ വസിക്കുന്നവർക്കായി സ്തോത്രം. ക്രിസ്തുവിൽ നിന്ന് ചൈതന്യം ഏറ്റെടുത്ത്, ദൈവത്തിങ്കിൽ നിന്ന് ദൈവത്വം ഏറ്റെടുത്ത് ക്രിസ്തുവിൽ വളരുവാൻ കഴിയട്ടെ. ഇത് കഴിയുന്നില്ലെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുന്നവനാണ് എന്ന് മറക്കരുത്. പിന്മാറ്റം തീയിലിട്ട് ചുട്ടുകളയുന്ന ഒന്നാം. എബ്രായ ലേഖനം 6:4-8 വരെ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ദുഃഖത്തോടെ, അതിദുഃഖത്തോടെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ചർച്ചിൽ നിന്ന്, ഈ ചർച്ചിൽ നിന്ന് കൃപാവരങ്ങളിലേക്ക് കാൽ വെച്ചവർ, സെക്കൻഡ് വീക്കുകളിലൊക്കെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ എഴുന്നേറ്റ് പലരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവരും പ്രവചിച്ചവരും ഇന്ന് നിരൂപക ലോകത്തിലാണ്. കൃപ പ്രാപിച്ചവർ പിന്മാറിപ്പോയാൽ അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാകയാൽ അവരെ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല, ചുട്ടുകളകയാണ് അതിൻ്റെ അവസാനം. എൻ്റെ സമയമായി. ഞാൻ 11ാമത്തെ പോയിൻ്റ് തൊട്ടോട്ടെ. അതും കൂടി എങ്കിലും അവസരം നഷ്ടമാക്കരുത്. എബ്രായർ 6:7-8 പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. മഴ കുടിച്ചതാ, മഴ നനഞ്ഞതാ, മഴ പെയ്തതാ, ഒരു ഭൂമി നല്ല ഫലം കൊടുത്തു. 8ാമത്തെ വാക്യത്തിൽ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു, ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. നമുക്ക് എത്രയോ അവസരങ്ങൾ ലഭിച്ചതാ, എത്ര ആത്മിക മഴ ഇവിടെ പെയ്തതാ, സാധാരണ എങ്ങുമില്ലാത്തതുപോലെ ദൈവം ഇവിടെ മഹാത്ഭുതങ്ങൾ ചെയ്തതാ. ഈ സ്റ്റേജിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ടവരാ ഞാൻ. നമ്മുടെ ഹോളിൽ ചെറുതായിരിക്കുന്ന സമയത്ത് 60 അടിക്ക് 80 അടി ഉണ്ടായിരുന്ന സമയം, ഒരു രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേര് പോയപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലരിവിടെ ഇരുന്നു. അന്ന് രാത്രിയിൽ 11 കഴിഞ്ഞപ്പോൾ വലിപ്പമേറിയ ഒരു പ്രാവ് ഇതിൻ്റെ മുകളിൽ വന്നിരുന്നു പോലും ഞാൻ കണ്ടില്ല.
കണ്ടവർ പറഞ്ഞു. കണ്ടവർ എത്ര പേരുണ്ട്? കൈയൊന്ന് കണ്ടോട്ടെ. അത് കണ്ടവർ ഒരു 3-4 പേരെങ്കിലും ഉണ്ട്. 3-4 പേര്. സഹോദരിമാരുടെ സൈഡിൽ നിന്ന് ആരുമില്ല. നിങ്ങളൊക്കെ പുതിയ തലമുറയായിപ്പോയി. ഓക്കെ, അന്ന് കണ്ടവരുണ്ട്. 80 അടി നീളം 60 അടി വീതിയുള്ള ആ ചർച്ച് ഹോളിൻ്റെ മുകളിലിരുന്ന പ്രാവിന് 80 അടിയേക്കാൾ കൂടുതൽ നീളമുണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ വാലും ചുണ്ടും വെളിയിൽ വന്നു. 60 അടി വീതി ഉണ്ടായിരുന്ന ആ ചർച്ച് ഹോളിൻ്റെ മുകളിൽ പ്രാവിൻ്റെ ചിറകുകൾക്ക് 60 അടിയിലധികം വലിപ്പമുണ്ടായിരുന്നതിനാൽ അതിൻ്റെ ചിറകുകൾ വെളിയിൽ വന്നു. ഇവിടെ നടക്കാത്ത അത്ഭുതങ്ങളില്ല, ഇവിടെ നടക്കാത്ത വീര്യപ്രവൃത്തികളില്ല. പലപ്പോഴും പെയ്ത മഴ നമ്മൾ കുടിച്ചതാ. ആഴമായ ദൂതുകൾ, ശക്തിയേറിയ ആലോചനകൾ ഏറ്റെടുത്ത ദൈവസഭയെ കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നുണ്ട്. അവസരങ്ങൾ കളയരുതേ. അത് നാം അനുഭവിക്കുന്നില്ലെങ്കിൽ നാം നശിച്ചു പോകും. അങ്ങോട്ട് നമ്മൾ പോകരുതേ. വൃതന്മാരെ തെറ്റിക്കുവാൻ പാടില്ല. ഞാൻ ഇന്നിവിടം കൊണ്ട് നിർത്തുകയാണ്. കർത്താവ് അനുവദിക്കുന്ന ഒരു സമയത്ത് ബാക്കി തുടരാം. കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് ഒന്ന് നിർത്താൻ ആഗ്രഹിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് പല ഹൃദയങ്ങളോട് ഇടപെട്ടു. ദൈവസന്നിധിയിൽ ഒന്നുകൂടെ പ്രതിഷ്ഠിക്കുവാൻ താല്പര്യപ്പെടുന്ന പലരും കാണും. കർത്താവേ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ നിർത്തിയ സ്ഥാനത്ത് സഭയോട് ചേർന്ന് നിന്ന് ആ ക്രിസ്തീയ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. പാട്ടുപാടിയെന്നല്ല, ഇതെല്ലാം ആവശ്യമാണ്. പ്രാർത്ഥിച്ചെന്നല്ല, ആവശ്യമാണ്. പ്രസംഗിച്ചെന്നല്ല, ആവശ്യമാണ്. ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുക ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി വേർതിരിച്ച് ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് അവരെ വേർപാടിലേക്ക് നടത്തി സ്നാനത്തിലേക്ക് നടത്തുവാൻ ദൈവസഭയുടെ വളർച്ചയ്ക്കായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൂടെ ഉപയോഗിക്കണേ എന്ന് പറയുവാൻ വ്യക്തിപരമായ കോളുള്ളവരുണ്ട്. അവർ കോർപ്പറേറ്റ് കോൾ സഭയ്ക്ക് മൊത്തം തരുന്നവരുണ്ട്. അവർ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാം. ഞാനിന്ന് പറയണമെന്ന് ഓർത്ത് ഒക്കാതെ പോയ ഒരു കാര്യം അങ്ങ് പറയാം. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കന്ന് ചെന്നാൽ കന്നും കൂട്ടത്തിലേ കയറത്തുള്ളൂ. കന്ന് ഒരിക്കലും കന്നും കൂട്ടം വിട്ടുപോകത്തില്ല. കണ്ടതിൻ്റെ കൂടെ പോയി ചേരരുതേ. കന്ന് കന്നിനോട് ചേരൂ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. പാസ്റ്ററേ, ഒറ്റയ്ക്കൊറ്റയ്ക്കിരിക്കുന്ന കൊള്ളികൾ കത്താറില്ല. അടുപ്പ് കത്തിക്കുന്ന അമ്മമാർക്കറിയാം. ഒറ്റയ്ക്കൊറ്റയ്ക്കിരിക്കുന്ന കൊള്ളികൾ കത്താറില്ല. കത്തുന്ന അടുപ്പിൽ വരുന്ന കൊള്ളി തന്നെ കത്തും. ആത്മാവിൽ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? വരൂ. ദൈവം നമുക്കൊരവസരം തന്നു. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ടോ? വരൂ. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കേണ്ടതിന് ഓരോന്നിനെ വീതം അടത്തി മാറ്റുവാൻ പിശാച് ഉഗ്രകോപത്തോടെ നിൽക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവനെ ഞാൻ ശാസിക്കുന്നു. ആ ശക്തികളെ ശാസിക്കുന്നു. ഇന്ന് പകൽ ജീവിതത്തിൽ തിരിച്ചു വരുവാൻ, ദൈവവുമായി അടുത്തു പോകുവാൻ, എൻ്റെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്നു എന്ന് പറയുവാൻ എത്ര പേരുണ്ട്? ദൈവാത്മാവ് ഇടപെടുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയും പേര് ചാടി എഴുന്നേറ്റു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആ വ്യവസ്ഥ എടുത്ത് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങളുടെ ജനവുമായി സഭ അങ്ങയുടെ പാദത്തിലേക്ക് അടുത്തു വരികയാണ്. വ്യത്യസ്ത ഇടങ്ങളിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ നിങ്ങളുടെ ടെലിവിഷൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ സ്ക്രീനിലേക്ക് ഒരു കൈ വെച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തു. യേശുവേ, തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി ഫലം കായ്പാൻ, കർത്താവേ, വിശ്വാസത്തിലേക്ക് ജീവിതങ്ങളെ നയിക്കുവാൻ, സ്നാനത്തിലേക്ക് ഇറങ്ങുവാൻ, ഞങ്ങളുടെ പ്രേക്ഷിത ദൗത്യം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ഫലം കായ്ക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ ശത്രുവിന് ഫലം കായ്ക്കുന്നവരല്ല, ദൈവത്തിന് ഫലം കായ്ക്കുന്നവരാകുവാൻ കർത്താവ് ഇടയാക്കണേ. മഹത്വം അങ്ങേക്ക്. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദയവായിരുന്നാലും